ഒന്ന് അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4 വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ആദരിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ പാരായണം ചെയ്താൽ, അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, സന്തോഷത്തോടെ മരിക്കുന്നതാ, റാഹത്തോടെ മരിക്കുന്നതാ. റജബ് മാസം എന്നെ പ്രിയമുള്ളവരെ കടന്നു വന്നപ്പോ ഞാനും നിങ്ങളും അതാ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും അല്ലാഹ് ബറകത്ത് തരണേ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്തല്ലോ, വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് ആഹ്ലാദമുള്ള റമളാനുണ്ടല്ലോ, ആഗതമാക്കണ അല്ലാഹ്, കബൂലാക്കണ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ നമസ്കരിക്കാൻ, നോമ്പ് പിടിക്കാൻ, സകാത്ത് കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ, വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തവരെ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് പറയുമ്പോ മക്കളെ അതാ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടാൽ, മക്കളെ അതാ ഹാഫിളാക്കിയാൽ, പെൺമക്കളെ അതാ ഖുർആൻ പഠിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമേതാ, മഹത്വമേതാ, ഫളീലത്തേതാ. ലോകത്തിന്റെ നായകനതാ പറയുകയാ, സഹാബാ അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ, വിട പറയുകയാ, മരിക്കുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്. പള്ളിയിലെ കാരണവര് മരിച്ചിട്ടുണ്ട്, നാട്ടുകാരൻ മരിച്ചിട്ടുണ്ട് എന്നതോ വിളിച്ചു പറയുകയാ. സർവരും എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങൾ കടന്നു വരികയോ, അയൽവാസികൾ കടന്നു വരികയോ, ബന്ധുമിത്രാദികൾ കടന്നു വരികയാ. സർവരും അതാ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ കുളിപ്പിക്കുകയാ, പടച്ചവനെ കരയുകയാ, പടച്ചവനെ കഫം പുടവയിൽ പൊതിയുകയാ. എന്നിട്ടതാ അത്തുറ പൂശുകയാ, പടച്ചവനെ സന്തോക്കിലേക്ക് കയറ്റുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, എന്റെയും നിങ്ങളുടെയും ജനാസയുണ്ടല്ലോ, പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറൊന്ന് കേൾക്കുമ്പോ, ഖബറൊന്ന് കാണുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ
അറിയാതെ കരയണമെന്റെ കർണാടകയിലെ ചെറുപ്പക്കാരാ. എന്തെന്നറിയോ? പാമ്പുള്ള കബറാണ് അല്ലാ, തേരുള്ള കബറാണ് അല്ലാ, ഞെരുക്കമുള്ള കബറാണ് അല്ലാ. പടച്ചവരെ, എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ പടച്ചവരെ കബറിലേക്ക് ഇറക്കി വെക്കുകയാ. അവിടെ നിന്നതാ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ് അല്ലാ. കിലോമീറ്റർ കണക്കാന് ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ കത്തിച്ചൊലിക്കുകയാ. നീയതാ കരയുകയാ, ഞാനതാ കരയുകയാ, അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, സ്വർഗമാണോ പടച്ചവരെ, നരകമാണോ പടച്ചവരെ, അദാബാണോ പടച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ടതാ ദുആ ചെയ്യുമ്പോ രണ്ടുപേര് പടച്ചവന്റെ പരലോകത്ത് കടന്നു വരികയാ. രണ്ടുപേര് കടന്നു വരികയാ. അവരുടെ പ്രത്യേകത എന്താ? അവരിങ്ങനെ പട്ടിന്റെ വസ്ത്രം ധരിച്ചിരിക്കുകയാ. അവരുടെ തലയില് താജുൽ വഖാർ, സൂര്യനേക്കാൾ പ്രഭയുള്ളോ ചന്ദ്രനേക്കാൾ പ്രഭയുള്ള ഒരു കിരീടം ഇങ്ങനെ ധരിച്ചിരിക്കുകയാ. ഞാനും നിങ്ങളും ഉണ്ടല്ലോ അല്ലാഹുവോട് ചോദിക്കുകയാ, ഇവരാരാ പടച്ചവനെ, ഇവരാരാ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അള്ളയതാ പറയുകയാ, അവരാരെന്നറിയോ? മക്കളെ ഹാഫിളാക്കിയ മാതാപിതാക്കളാ. മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ മാതാപിതാക്കളാണെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ആദരിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ, സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാൾ നമ്മുടെ മക്കളെ ഖുർആൻ ഓദിച്ചാൽ, അവരെ പഠിപ്പിച്ചാൽ, നമ്മൾ ഖുർആൻ ഓതിയാൽ നാളെ മരിക്കുമ്പോ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അവര് ഖുർആൻ ഓതുന്നവരാ, അതിനെ സ്നേഹിക്കുന്നവരാ, അതിനെ ആദരിക്കുന്നവരാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ റഹ്മാനെ. അങ്ങനെ മരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, ഈ നനച്ചുകുളി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റമളാന് മുമ്പ്, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടും നാടും പരിസരവും ഒക്കെ, പള്ളിയൊക്കെ ശുദ്ധിയാക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ പറയാ, പള്ളിയും വീടും ശുദ്ധിയാക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് നമ്മുടെ മനസ്സൊന്ന് നന്നാക്കണം. എന്നിട്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഖുർആൻ എന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാ. ഖുർആൻ എന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാ. ഖുർആനിനെ അങ്ങോട്ട് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുന്ന. ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്ത് വീഡിയോ? കേരളത്തില് MVD, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഈ വാഹനമൊക്കെ പരിശോധിക്കുന്ന പോലീസുകാര് ഒരു മുസ്ലിം സഹോദരൻ എന്ത് ചെയ്തു? ഹെൽമറ്റിൽ ലൈസൻസ് ചോദിച്ചു. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൈ കാണിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ലൈസൻസ് തരാൻ പറഞ്ഞു. വണ്ടിയുടെ അവന്റെ ലൈസൻസ് തരാൻ പറഞ്ഞു. പടച്ചവനെ, ഈ ചങ്ങാതി ഇറങ്ങിയിട്ട് ലൈസൻസ് തരാമെന്ന് ആദ്യമേ പറയാനുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കുക, ലൈസൻസ് തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കുക. പടച്ചവനെ, പോലീസുകാരൻ ചോദിച്ചു, ലൈസൻസ് എവിടെ മോനെന്ന് ചോദിച്ചു. ലൈസൻസ് തരാം, കൊടുക്കണില്ല. അവസാനം പോലീസുകാരൻ പിന്നെയും ചൂടായപ്പോ ഈ ചങ്ങാതി മുണ്ടിങ്ങനെ മടക്കി കുത്തിയിട്ട് ഓതുക, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് ആ പോലീസ് ജീപ്പിലേക്ക് ഇങ്ങനെ മന്ദിരിക്കുക. എന്ത് ചെയ്യണേ? ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പോലീസ് ജീപ്പിൽ മന്ത്രിച്ചിട്ട് പറയാം, മുടിഞ്ഞു പോകുമെന്ന് പ്രാഗിട്ട് പോവുക. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ചില ആളുകളൊക്കെ ഉണ്ട്, ഏതെങ്കിലും നമുക്ക് ഉസ്താദുമാരുടെ എന്നിട്ട് പറയും, ഉസ്താദെ ഖുർആനിന്റെ ഒരു 2 ആയത്ത് പറഞ്ഞ ഉസ്താദെ, 2 നില വീട് വെച്ചു ഉസ്താദെ, ഓനെ പൊളിക്കണം ഉസ്താദെ, തകർക്കണം ഉസ്താദെ എന്ന് നിയ്യത്ത് വെച്ച് നടക്കണ ചില ആളുകളുണ്ട്. ഞാൻ പറയാ, പാടില്ല, പാടില്ല. ഖുർആൻ എന്നാൽ അത്ഭുതമാ, ഖുർആൻ എന്നാൽ അത്ഭുതമാ. ഇനിയിപ്പോ റമളാൻ മാസം വരുക, നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചിട്ട്
ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ മുട്ടുമടങ്ങണില്ല ഉസ്താദേ, എന്താ പറയണേ, മുട്ടുമടങ്ങണില്ല ഉസ്താദേ, 5 പ്രസവിച്ചു ഉസ്താദേ, നടുവ് വളയണില്ല ഉസ്താദേ, സുജൂദ് ചെയ്യാൻ പറ്റൂല ഉസ്താദേ, ഇരുന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കണ, വല്ല മസാല ഉണ്ടോ എന്ന് ചോദിക്കണ ചില താത്താമാരും കാക്കാമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയാ, കൈവേദന, ജോയിന്റുകളുടെ വേദന, ഈ വേദനയുള്ളവർ ഖുർആനിലെ ഏത് സൂറത്താണ് എന്റെ പ്രിയപ്പെട്ടവർ ഓതേണ്ടത്? സൂറത്തുൽ ളുഹ. സൂറത്തുൽ ളുഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ അത്ഭുതമാണ്. ഞാൻ അവിടെ വാലിന് പോയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പുരുഷരെ കട്ടയിൽ ലഭിച്ച ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു. ഒരാളും പൊക്കിയില്ല. ഞാൻ രണ്ടാമത് വീണ്ടും ചോദിച്ചു, പുരുഷരെ കട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കിട്ടേണ്ടവർ ഒന്നും കൂടി കൈവക്കാൻ പറഞ്ഞു. ഒരാളും പൊക്കിയില്ല. മൂന്നാമത് ഞാൻ പിന്നെ ആംഗ്യത്തിലൊക്കെ കാണിച്ചു, പുരുഷരെ കട്ടയിൽ നിങ്ങൾ നിക്കാഹ് ചെയ്ത പെണ്ണിനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവർ കൈവക്കാൻ പറഞ്ഞു. അപ്പോഴും ആരും പൊക്കിയില്ല. പുറകിൽ നിന്ന് പള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെയോ സമാധാനം ഇല്ല. ഇല്ല, അവിടെ എന്തിനാ ഉസ്താദേ സമാധാനക്കേട് കളയണം. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈ മന്നലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് ഒരു ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞ, നമുക്ക് തമാശയാ, ഒരു ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞ എന്താ പറഞ്ഞെന്നറിയോ? ഉസ്താദേ എന്റെ മകനിക്ക് 26 വയസ്സായി ഉസ്താദേ, അവൻ വീട്ടിൽ കയറുന്നത് രാത്രി 2 മണിക്കാണ്. 26 വയസ്സുണ്ട്, അവൻ രാത്രി വീട്ടിൽ കയറുന്നത് 2 മണിക്കാണ്. എങ്ങനെയെങ്കിലും ഇവനെ വീട്ടിൽ രാത്രി 10 മണിക്ക് ഞങ്ങൾക്ക് കയറ്റണം. അങ്ങനെ ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തേ? ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ഇവനെ കൊണ്ട് കല്യാണമൊക്കെ കഴിപ്പിച്ചു. ഞാൻ ചോദിച്ചു, ഇവനിപ്പോ അൽഹംദുലില്ലാ 10 മണിക്ക് വീട്ടിൽ കയറണില്ലേ? ആ ഉമ്മ നിറകണ്ണുകളോട് പറയാ, ഉസ്താദേ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കയറിയത് 2 മണിക്ക്, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറുന്നത് 3:30 മണിക്ക്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവം 4 കെട്ടാം. 4 കെട്ടിയവനോട് ചോദിക്കണം, എടാ അതിന്റെ പ്രയാസം എന്താ? 4 കെട്ടിയവനോട് ചോദിക്കണം, എടാ അതിന്റെ പ്രതിസന്ധി എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം പേരാമ്പ്ര ഭാഗത്തൊരു വീട്ടിൽ ഒരു സ്ഥലത്ത് വഴുതിന് പോയി. ഞാൻ ആ ഒരു വീട്ടിൽ വിശ്രമിക്കുമ്പോ ആ വീട്ടുകാരൻ പയ്യെ എന്റെ റൂമിലേക്ക് വന്നിട്ട് റൂം ഇങ്ങനെ കുറ്റിയിട്ടു. എന്താ റൂമൊക്കെ കുറ്റിയിടാൻ അടിക്കാനാണോ? അതൊന്നും അല്ല ഉസ്താദേ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ 2 കെട്ടിയതാ ഉസ്താദേ. എന്താ പറഞ്ഞേ? ഞാൻ 2 കെട്ടിയതാ ഉസ്താദേ. ഞാൻ ചോദിച്ചു, അത് ഭാര്യക്കറിയോ? അത് ഭാര്യക്കറിയാം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ 2 ഭാര്യമാര് തമ്മിൽ നേരെ ചൊവ്വേ കാണുവോ? കാണൂല ഉസ്താദേ. കണ്ടാ ഇവിടെ മിന്നല ഉസ്താദേ, കണ്ടാൽ ഇവിടെ ഇടിയാ ഉസ്താദേ. എന്നാ സാധുവായ സഹോദരൻ പറയുമ്പോ പിന്നല്ലേ 4? ഞാൻ പറയാ, 1 കെട്ടി പെട്ടുപോണ എത്രയോ പാവങ്ങളാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീടെന്ന് പറഞ്ഞാൽ എന്താ? അത് സമാധാനം. വീടെന്ന് പറഞ്ഞാൽ എന്താ? അത് സമാധാനം. നമ്മൾ പുറത്തുപോയി കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് സമാധാനത്തിന് വേണ്ടി വരുമ്പോ നമ്മുടെ ഭാര്യ നമുക്ക് സമാധാനം നൽകിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്തിഹാനയിലായ അവസ്ഥ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോടൊരു ചെറുപ്പക്കാരെ കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കാൻ പോകും. എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കാൻ പോകും. സുബഹി നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്കൊരു ഗ്ലാസ് ചായ തരും ഉസ്താദേ. എനിക്ക് ഒരു ഗ്ലാസ് ചായ തരും ഉസ്താദേ. പക്ഷേ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് സുബഹി നിസ്കരിച്ചിട്ട് വന്ന് ചായ ചോദിച്ചാ എന്റെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, ഓൺലൈനിൽ ഇരിക്കണം ഉസ്താദ്, എണ്ണീച്ച് പോയാൽ മാത്രമേ ചായ തരൂ. എന്താ പറയണേ? ഓൺലൈനില് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കണം ഉസ്താദ്, എപ്പോഴാണോ ലൈവ് നിർത്തണത് അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ചായ തരത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയണേ. ഉസ്താദേ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊന്ന് നിന്നാ മതിയായിരുന്നു, അന്ന് ഏറ്റവും കട്ടായി പോയാൽ മതിയായിരുന്നു. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും കാര്യമില്ല. ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ എത്ര മജ്ലിസ് നൂറ് ലൈവിലിരുന്ന് ചൊല്ലിയിട്ടും കാര്യമില്ല. അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ ലൈവിലിരുന്നോ, കബൂലിയത്ത് ഉണ്ടാകും. അല്ലാതെ അവർക്ക് ചായ കൊടുക്കേണ്ട സമയത്ത് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാതെ അവരെ പട്ടിണി കിട്ടാൽ നാളെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലെ, ഭാര്യയുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാത്തപ്പോഴാ വല്ലവനും കൂടെ ഇന്ന് സഹോദരന്മാര് പോണേ. ഭർത്താവിന് ഭാര്യയുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാത്തപ്പോഴാ ഭർത്താവ് വേറെ ഉള്ളവരുടെ കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പോയി കളയണത്. അപ്പൊ സ്നേഹം കൊടുക്കാൻ മറക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും, കൊടുത്തില്ലെങ്കിൽ വല്ലവന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഈ മണലിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയാ, നല്ല ഭാര്യ കിട്ടാൻ ഉസ്താദെ മക്കളില്ല, 5 കൊല്ലമായി മക്കളില്ല ഉസ്താദെ. എത്രയോ പേര് കരഞ്ഞിട്ട് പറയണ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല എന്ന് പറയുന്നവരുണ്ട്. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, എന്നോട് പറഞ്ഞ, ഉസ്താദെ
9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഓക്കെ, നിങ്ങൾ 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓന്റെ നാട്ടിൽ പോയപ്പോ ഓൻ പറയാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, എനിക്കൊരു മെസ്സേജ് വിട്ടു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്താ ഇത്ര സന്തോഷം? ഉസ്താദേ, 10ാമത്തെ കൊല്ലമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ ഗർഭിണിയായി. 10ാമത്തെ കൊല്ലമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ഈ ചങ്ങാതി എനിക്ക് മെസ്സേജ് ഇട്ടു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായോ? ഓൻ എന്നോട് പറയാ, ഉസ്താദെ കളിയാക്കല്ലേ ഉസ്താദെ, തമാശ പറയില്ലേ ഉസ്താദെ, എനിക്കൊരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? ഉസ്താദെ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നല്ലോ ഉസ്താദെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓളെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർമാര് പറഞ്ഞത് ഇരട്ട കുട്ടികളാണ്, ഡബിൾ ഓംലേറ്റ് ആണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നല്ല മക്കളെ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് വീണ്ടും വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറയാ, ഉസ്താദെ ആ 2 മക്കളും വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു നരകം അള്ളാഹു ഹറാമാക്കട്ടെ. ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. 9 കൊല്ലമായി മക്കളില്ല, 10ാമത്തെ കൊല്ലം മക്കളെ കൊടുത്തു. 1 മാസം വയറ്റിൽ ആ പ്രിയപ്പെട്ട 2 മക്കളെ ആ പൊന്നു സഹോദരി നോക്കി. അള്ളാഹു 1 മാസം കഴിഞ്ഞപ്പോ ആ 2 മക്കളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ അവർക്ക് നിശമ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ഒരു ദുആ ആരാണോ ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ് അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ ആയത്ത് ചൊല്ലുന്നതോടുകൂടി കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, മക്കളിലും സന്തോഷം ഉണ്ടാകും. ചൊല്ലൂലേ? എന്നോടൊരു വാപ്പ പറഞ്ഞ, ഉസ്താദെ 3 മക്കളുണ്ട് ഉസ്താദെ, 3 ആൺമക്കളാ. ഞാൻ ഓരോ ആഴ്ചയിൽ ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ. എനിക്ക് 3 മക്കളാ, ഞാൻ ഓരോ ആഴ്ച ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താ അവര് വല്ല രാഷ്ട്രീയ പ്രവർത്തകരാണോ? അതൊന്നും അല്ല, ഒരു ചെയ്യണ തെമ്മാടിത്തരത്തിന് ഞാൻ പോയി അകത്ത് കിടക്കേണ്ട അവസ്ഥയാണ് ഉസ്താദെ. ഞാൻ പറയാം, മക്കളുടെ സ്വഭാവം നന്നാകാൻ, കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഒരായത്ത് ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ, ഓതിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു അതാ സന്തോഷം തരുമെന്ന് പറയുമ്പോ, നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, നിറഞ്ഞിരിക്കുന്ന പെങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് പറയുമ്പോ, നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണ അല്ലാ, കബൂലാക്കണ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാ, ഒരു സങ്കടപ്പെടുത്തുന്ന ചരിത്രമാ. ഏതെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുകയാ, ഉസ്മാൻ തങ്ങളാരാ? ഉസ്മാൻ തങ്ങളാരാ? ഉസ്മാൻ തങ്ങൾ ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ, ഉസ്മാൻ തങ്ങളുടെ തലയെടുക്കാൻ, ഉസ്മാൻ തങ്ങളുടെ തലയെറുക്കാൻ ശത്രുക്കളതാ കടന്നു വരികയാ. ഊരി പിടിച്ച കടാര എടുത്തുകൊണ്ട് കടന്നു വരികയാ. ഉസ്മാനെ തലയെടുക്കണമല്ലോ, ഉസ്മാനെ കൊല്ലണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടതാ ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലതാ അടച്ചിടുകയാ, കൊളുത്തുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊല്ലല്ല അല്ലാ, തകർക്കല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഉസ്മാൻ തങ്ങള് കരയുന്നില്ല, തളരുന്നില്ല, പതറുന്നില്ല. ഉസ്മാൻ തങ്ങള് പടച്ചവനെ നോമ്പെടുക്കുകയാ. പടച്ചവനെ മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങൾ
പഴങ്ങളില്ല. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് പടച്ചവനെ നോമ്പെടുക്കുകയാ. മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളതോ പടച്ചവനെ നോമ്പെടുക്കുകയാ. മഗ്‌രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരയുകയാ, നിലവിളിക്കുകയാ, ഏങ്ങലടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് അല്ലാഹുവേ നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനു നോമ്പാണ് അല്ലാ, കബൂലാക്കണ അല്ലാ, പരീക്ഷിക്കല്ല അല്ലാ. ഉസ്മാൻ തങ്ങള് കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ എടുക്കുകയാ. എന്നിട്ടാ ഖുർആനുണ്ടല്ലോ ഓതുകയാ, പാരായണം ചെയ്യുകയാ. ഉസ്മാൻ തങ്ങള് ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശബ്ദമുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് കടന്നു പോകുമ്പോ ശത്രുക്കളതാ കേൾക്കുകയാ. ഊരി പിടിച്ച കടാരി എടുക്കുകയാ, വീടിന്റെ വാതില് പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കയറുകയാ. എന്നിട്ടതോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ വെട്ടാന് പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പടച്ചവനെ കൈകളിൽ പിടിക്കുകയാ. എന്നിട്ടതോ കരഞ്ഞുകൊണ്ട് അള്ളാനോട് പറയുകയാ, അല്ലാഹുവേ പരീക്ഷിക്കല്ല അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ രക്ഷിക്കണേ അല്ലാ. ശത്രുക്കളുണ്ടല്ലോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ പടച്ചവനെ മുറിക്കുകയാ, പടച്ചവനെ ചോര വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തുകയാ. ഉസ്മാൻ തങ്ങൾ അറിഞ്ഞില്ല. ഉസ്മാൻ തങ്ങള് ഇതൊന്നും അറിയാതെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ ഉസ്മാൻ തങ്ങൾ ഓതുകയാ. ഉസ്മാൻ തങ്ങള് ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവര് ശത്രുക്കളുണ്ടല്ലോ കടന്നു വരികയാ. എന്നിട്ടതോ ഉസ്മാൻ തങ്ങളുടെ കഴുത്തിലേക്ക് വെട്ടുകയാ, കയ്യിലേക്ക് വെട്ടുകയാ, കാലിലേക്ക് വെട്ടുകയാ, അടിവയറ്റിലേക്ക് കൊത്തുകയാ. കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളി ഉസ്മാൻ തങ്ങള് ഒരു പർവ്വതം ഇങ്ങനെ തകർന്നു വീഴുന്നത് പോലെ താഴത്തേക്ക് വീഴുകയാ. എന്നിട്ടതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്തുകൊണ്ടാ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിയവരാ. അബൂബക്കർ തങ്ങളോ അലിയാര് തങ്ങളോ ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ബിലാല് തങ്ങളുണ്ടല്ലോ, സൽമാൻ തങ്ങളുണ്ടല്ലോ, അമ്മാർ തങ്ങളുണ്ടല്ലോ. ഖുർആൻ ഓതിയവരാ, അതിനെ പ്രണയിച്ചവരാ, അതിനെ ആദരിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ അതിനെ ആദരിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ നിങ്ങളാ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിയതുപോലെ ഖുർആൻ ഓതിയാൽ, ബിലാൽ തങ്ങൾ ഖുർആൻ ഓതിയതുപോലെ ഖുർആൻ ഓതിയാൽ നാളെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കണം ഉസ്താദേ, ഖുർആൻ ഓതാതെ ഞങ്ങൾ മരിക്കൂല, ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും കടന്നു പോകൂല എന്നൊരു തീരുമാനം ഞാൻ നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ എടുത്താൽ നാളെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പള്ളിക്കകത്തിരിക്കണ ഖുർആൻ നമ്മൾ എത്രയോ ദിവസം മുമ്പ് എടുത്തവരാ.
നമ്മൾ എത്രയോ ദിവസം മുമ്പ് എടുത്തവരാ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഈ വീട് താമസിക്കുന്നതിന്റെ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചോണ്ട് വരും. ആ ഉസ്താദിന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് പറയും, ഉസ്താദേ ഈ വീടിന്റെ താക്കോൽ ഇതാണ്, ഉസ്താദിന്റെ ബറക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് ഈ വീടിന്റെ വാതിലൊന്ന് തുറക്കണമെന്ന് പറയും. അങ്ങനെ മുഅദ്ദിൻ ഉസ്താദ് പള്ളിയിൽ നിന്ന് അസ്വലാത്ത് ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞ ആ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ വീടിന്റെ വാതിൽ തുറക്കും. തുറന്നിട്ട് ഉസ്താദന്മാരകത്ത് കയറുമ്പോ ആ വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? കയ്യിൽ ഒരു ഖുർആനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ വീടിന്റെ അകത്തോട്ട് കയറും. അല്ലെ, കയ്യിൽ ഒരു ബറക്കത്താക്കപ്പെട്ട ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വീടിന്റെ അകത്തോട്ട് കയറും. കേറിയിട്ട് ഷെൽഫിൽ കൊണ്ട് അന്ന് വെച്ചതാ ചങ്ങാതി ആ ഖുർആൻ. പിന്നെ ഒരു ദിവസം പോലും ആ ഖുർആൻ ഓതിയിട്ടുണ്ടാവൂല. ഇവൻ ആ ഖുർആനിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഖുർആൻ പറയും, എടാ ഓതടാ, എടാ ഒന്ന് ഓതടാ, എടാ എന്നെ ഒന്ന് എടുക്കടാ, എന്നെ ഒന്ന് തൊടടാ. ആ സമയത്ത് നമ്മൾ പറയടാ ചങ്ങാതി എനിക്ക് സമയമില്ല, എന്താ പറയണേ? എനിക്ക് സമയമില്ല, ഞാൻ ഓതൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ മരിക്കുമ്പോ ഈമാനോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കില്ല. അതുകൊണ്ട് പറയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അവര് ഖുർആൻ ഓതുന്നവരാ, അതിനെ സ്നേഹിക്കുന്നവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഒരു പേജ് ഖുർആനെങ്കിലും ഓതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ഒരു പേജ് ഓതിയില്ലെങ്കിൽ ഒരായത്തെങ്കിലും ഒരു ദിവസം ഓതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ. അപ്പൊ നിസ്കാരവും ഇല്ല പഠിച്ചോനെ. അല്ലാഹു നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഒരു മാറ്റം നമുക്ക് വേണം, ഒരു മാറ്റം നമുക്ക് വേണം. ഞാൻ പറഞ്ഞു, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് പള്ളി അലങ്കരിച്ചിട്ടോ വൃത്തിയാക്കിയിട്ടോ ഒന്നുമില്ല, അതൊക്കെ വേണം. അതിലുപരി ആ ഖുർആൻ ഓതിയിട്ട് നമ്മുടെ മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാക്കണം. ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാ. ആ റമളാൻ മാസം കടന്നു വരുമ്പോ നമ്മുടെ മനസ്സ് മുഴുവനും പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്ത് ഖുർആൻ ഓതി നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ഇരിക്കുമ്പോ ഖുർആൻ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു. ആ ഷെൽഫിൽ ഇരിക്കുന്ന ഖുർആൻ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു. പടച്ചവനെ, യാസീൻ സൂറത്ത് തുറക്കുമ്പോ അതിന്റെ അകത്ത് ഒരു മുബീനിൽ ഒരു പല്ലി ചത്തി കിടക്കാം. ഒരു പല്ലി ഇങ്ങനെ ഒരു ഖുർആനിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചത്ത് കിടക്കുക. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, എല്ലാവരും ഓതുന്ന സൂറത്താണ് യാസീൻ, അപ്പൊ ഈ നാട്ടുകാർ അതുപോലും ഓതുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ, പാടില്ല. ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ കൈകൊണ്ട് എടുത്ത് അതിന്റെ പ്രിയപ്പെട്ടവരെ ഓതണം. നിങ്ങൾ പറയും, ഉസ്താദെ സമയമില്ല, ഉസ്താദെ സമയമില്ല ഖുർആൻ ഓതാൻ, ഞങ്ങൾക്ക് മിനിറ്റുകൾ ബാക്കിയില്ല ഉസ്താദെ എന്ന് പറയണവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഇന്ന് ഖുർആൻ നമ്മൾ ഷെൽഫിൽ നിന്ന് എടുക്കണമെന്നില്ല. ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഖുർആൻ നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ബാക്കി എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, സീമയുണ്ട്, ബ്ലൂ ഫിലിം ഉണ്ട്, സർവ്വതും നമ്മുടെ ഫോണിലുണ്ട്. പക്ഷേ ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഖുർആനിന്റെ PDF ഫയൽ നമ്മുടെ മൊബൈലിൽ ഇല്ല. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ പറയും, ഉസ്താദേ ഞങ്ങളൊന്നും സിനിമ തിയേറ്ററിൽ പോകാറില്ല ഉസ്താദേ. എന്താ പറയണേ? ഇന്ന് ചില ചെറുപ്പക്കാർ പറയണ, ഉസ്താദേ ഞങ്ങളൊന്നും സിനിമ ടാക്കീസിൽ പോയി സിനിമ കാണാറില്ല ഉസ്താദേ. നമ്മൾ ഓർക്ക് ഓം വലിയ മുത്തക്കിയ, ഓം വലിയ ഹാജിയാരാ. അതൊന്നുമല്ല, ഇറങ്ങണ സിനിമ മുഴുവനും എനിക്ക് ടെലഗ്രാമിൽ ലിങ്ക് ആയിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, വെറുതെ നിങ്ങളുടെ ജീവിതം കളയണ്ട. ഇനി റമളാൻ വരിക, ചില ചെറുപ്പക്കാരുണ്ട്. എങ്ങനത്തെ ചെറുപ്പക്കാര്? റമളാനില് ഈ പറയുന്ന ചെറുപ്പക്കാര് ചിലപ്പോ നമ്മുടെ നാട്ടിലും എന്റെ നാട്ടിലും ഒക്കെ ഉണ്ടാകും. അല്ലാഹു കാത്തിരിക്കട്ടെ. എങ്ങനാ? അല്ലാഹുവേ, രാത്രി മുഴുവനും തറാവീഹ് കഴിഞ്ഞിട്ട് ഇരുന്ന് സിനിമ കാണും. രാത്രി മുഴുവനും തറാവീഹ് കഴിഞ്ഞിട്ട് പടച്ചവനെ നെയ്യത്തൊക്കെ വെച്ചിട്ട് ബിസ്മീൻ ചൊല്ലിട്ട് എന്ത് ചെയ്യും? ഈ സിനിമ കാണാൻ തുടങ്ങും. സുബഹിയുടെ ബാങ്ക് വിളിക്കണതിന് ഒരു അരമണിക്കൂർ മുമ്പ് സിനിമ കഴിയും. സിനിമ കഴിഞ്ഞിട്ട് ഈ ചങ്ങാതി നേരെ പോയിട്ട് എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. സുബഹി നിസ്കരിക്കൂല, നേരെ പോയി കിടന്നുറങ്ങും. എന്നിട്ട് ഉച്ചയ്ക്ക് എണ്ണീക്കും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങും. എന്നിട്ട് പള്ളിയിൽ പോയി നോമ്പ് തുറന്നിട്ട് പിന്നെയും രാത്രി ഇത് തന്നെ ചെയ്യണ ചില ചെറുപ്പക്കാർ. അല്ലാഹു ഖദ്രിക്കട്ടെ, ഈമാൻ നൽകട്ടെ. നമുക്കൊരു മാറ്റം വേണം. അതുകൊണ്ട് പറയാ, ഖുർആൻ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ചില ആളുകൾ തീരുമാനം എടുക്കണം, ഉസ്താദേ റമളാനിൽ നന്നാകും ഉസ്താദേ, ഒരു ദിവസം ഒരു ജുസ്,
ഒരു ദിവസം ഒരു ജുസ് അതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇല്ലെന്ന് പറയുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഞാൻ പറയാ പാടില്ല. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ഓതാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ഖുർആനിന്റെ ആയത്തുകളും ജുസുകളും ഖത്തുമുകളും ഞാൻ നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവർ ഓതി തീർക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് തീരുമാനം എടുക്കല്ലേ? ഖുർആൻ ഓതല്ലേ? കൊന്നാൽ ഓതൂല ഉസ്താദേ, ഓതല്ലേ? ഓതിയാ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ഓതി എനിക്ക് കൊള്ളാം. അല്ലാഹു ഈമാൻ നൽകട്ടെ. 2 മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? ആതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ? അതോടെ നമസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നമസ്കരിക്കുന്നവരാരാ? പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ കരുണ ലഭിക്കാൻ നമസ്കരിക്കുന്നവരാരാ? അവരതാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് പറയുമ്പോ, നാദാ അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ പറയുകയാ, ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാ, നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ളോ അദാബുകളുള്ള കത്തി ജ്വലിക്കുന്ന നരകമാ. സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്കു ഇബാദത്ത് ചെയ്യുന്നവർക്കു വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, അവര് പള്ളിയിൽ കടന്നു വരുന്നവരോ നാട്ടുകാരെ കാണിക്കാൻ, ഉസ്താദന്മാരെ കാണിക്കാൻ, മുഅല്ലിമീങ്ങളെ കാണിക്കാൻ, കുടുംബക്കാരെ കാണിക്കാൻ, പരിപാലകരെ കാണിക്കാൻ നമസ്കരിക്കുന്നവരാ, ഇബാദത്ത് ചെയ്യുന്നവരാ, സുജൂദ് ചെയ്യുന്നവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പടച്ചവരെ നമസ്കരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അവരാണ് ദുനിയാവിലെ വിജയം. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം അവരെന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാണെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോ 1 ഖുർആൻ ഓതണം, 2 വെറുതെ നിസ്കരിച്ചാൽ പോരാ, നിസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഇഖ്ലാസോടെ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വന്നാൽ നാട്ടുകാരെ കാണിക്കാൻ നിസ്കരിക്കാൻ പാടില്ല, കൂട്ടുകാരെ കാണിക്കാൻ നിസ്കരിക്കാൻ പാടില്ല, കുടുംബക്കാരെ കാണിക്കാൻ നിസ്കരിക്കാൻ പാടില്ല. പള്ളിയിലേക്ക് വന്നാൽ അതബോടെ തഖ്വയോടെ നിസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേരുണ്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവര്? നമ്മളിൽ എത്ര പേരുണ്ട് തൊപ്പി ധരിച്ചിട്ട് നിസ്കരിക്കാൻ വരുന്ന എത്ര പേരാണല്ലേ? അല്ലാഹു കാത്തിരിക്കട്ടെ. മിക്ക ആളുകൾക്കും ഒരു വിചാരമുണ്ട്, ഉസ്താദേ ആരെന്നറിയോ, ഈ പള്ളിയിലെ ഉസ്താദന്മാരും മുഅല്ലിമീങ്ങൾക്കും സയ്യിദന്മാരും പരിപാലകർക്കും ഹജ്ജ് ചെയ്തവർക്കും ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കണ ചങ്ങാതിമാർക്കും അല്ലേ ഉസ്താദേ വെള്ള വസ്ത്രം നിർബന്ധമാക്കിയതെന്ന പല ആളുകളുടെയും വിചാരം. ഞാൻ പറയാ, അല്ല, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പോലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പോലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പറയാ, പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം അവന്റെ പള്ളിയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ പള്ളി ഇങ്ങനെ അലങ്കരിക്കുമ്പോ, ആ മിനാരം ഇങ്ങനെ അലങ്കരിക്കുമ്പോ, റമളാൻ വരുമ്പോ പള്ളി ക്ലീൻ ആക്കുമ്പോ ചില ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കും കമ്മിറ്റിക്കാരോട്, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് വട്ടാണോ, ഈ പള്ളി ഇങ്ങനെ അലങ്കരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, ലക്ഷങ്ങളും ഉപയോഗിച്ചിട്ട് ഇവിടെ പൈസ കൊടുത്തിട്ട് ലൈറ്റ് ഇടാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവന്റെ പള്ളിയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ അതുപോലെ നിസ്കരിക്കണം. ചില ആളുകളുണ്ട് പള്ളിയിൽ രാവിലെ 10 മണിക്ക് വരും, എന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് ഒന്നാമത്തെ സഫിൽ എന്ത് ചെയ്യും, ഒരു വെള്ള ടവല് വിരിച്ചിടും, റിസർവ് ചെയ്യും, ഒരു തൊപ്പി എടുത്തിടും, എന്നിട്ട് എന്ത് ചെയ്യും, നെക്കരയിലും മംഗലാപുരത്തും പുത്തൂരും കബക്കയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മുടെ പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് അല്ലാഹുമ്മ ജിറിനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറിൽ കയറി ദുആ ചെയ്യുമ്പോ ഈ ചങ്ങാതി ഒട്ടകം കവച്ച് വെച്ച് വരുന്നത് പോലെ ഈ പുറകിൽ നിന്ന് സഫ് ഇങ്ങനെ മലന്ന് ഇങ്ങനെ മുമ്പോട്ട് വരിക പാടില്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോ ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ നിസ്കരിക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അതാ പറയണേ, വെള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകണം, ശുദ്ധിയോടുകൂടി പള്ളിയിൽ പോകണം. ചില ചങ്ങാതിമാര് ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ആ വിയർത്ത വസ്ത്രം ധരിച്ചിട്ട് പള്ളിയിലേക്ക് കയറി പോകും. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തന്നു, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് തന്നു, എന്നിട്ടെന്തേ അള്ളാനെ മറന്നതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതുകൊണ്ട് പറയാ, അള്ളാഹു നമുക്ക് ആരോഗ്യം ദീർഘായുസും ഒക്കെ തന്നു, നമ്മൾ ഒരിക്കലും അള്ളാനെ മറക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായി 5 വഖ്തും ഈ പള്ളിയിൽ വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 50% ആളുകളും ഓപ്പറേഷൻ കഴിഞ്ഞവരായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഒരാൾക്ക് നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട്, ഇത് ഒഴിവാക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തെ ബോധം കെടുത്തിയിട്ട് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ഡോക്ടർമാർ എന്ത് ചെയ്യൂ, കടാര കുത്തി ഇറക്കൂ. അല്ലെ, അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഭാര്യമാർക്ക് നോർമൽ പ്രസവമല്ല, സിസേറിയന. നോർമൽ പ്രസവമല്ല, സിസേറിയന. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സിസേറിയൻ ആകുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരോട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറയും. നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ടതിന് ശേഷം നമ്മുടെ ഭാര്യമാരുടെ ചാരത്തേക്ക് ഡോക്ടർമാർ ചെന്നിട്ട് അനസ്തേഷ്യയുടെ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് നമ്മളെ ബോധം കെടുത്തിയിട്ട് നമ്മുടെ ഭാര്യയുടെ ശരീരത്തിലേക്ക് എന്ത് കൊടുക്കൂ, ഈ കത്രിക എടുത്ത് വെച്ച് വയറ് കീറൂ. അല്ലാതെ കീറൂല. ഇപ്പൊ എന്റെ ഒരു കൈ മുറിഞ്ഞു, ഈ കൈ സ്റ്റിച്ച് ഇടണം, തുന്നണം. ഡോക്ടർമാർ എന്ത് ചെയ്യും, എന്റെ ഈ വിരലിന്റെ ചുറ്റുഭാഗത്തും എന്റെ പ്രിയപ്പെട്ടവരെന്ത് ഇഞ്ചക്ഷൻ ചെയ്ത് എന്റെ കൈ മരവിപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, എന്റെ കയ്യിലേക്ക് തുന്നല് വെക്കാറുള്ളൂ. എന്നാൽ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന മഹാനവറുകളുടെ കാല് പഴുത്തു. ഉർവ തങ്ങളുടെ കാല് പഴുത്തപ്പോ വൈദ്യന്മാര് കടന്നു വന്നിട്ട് ഉർവ തങ്ങളുടെ കാലെന്ത് ചെയ്തു, മുറിച്ചു കളഞ്ഞു. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ആർക്കെടുത്തില്ല, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്കെടുത്തില്ല. കാരണം എന്തേ? ഒരു മരുന്ന് പോലും കടിച്ചില്ല. കാരണം എന്തേ? ആരാണ് ഉർവ തങ്ങളെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ഈ പള്ളിയിലൊക്കെ വന്നിട്ട് നിസ്കരിക്കുമ്പോ തഖ്വ ഇല്ലാതെ നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. എങ്ങനാ? നമ്മുടെ ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും. ആ സമയത്ത് പുറകിൽ ചില ആളുകൾ വന്നിട്ട് ക്ലോക്ക് നോക്കി നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവേ, ഉസ്താദ് വലിയ സൂറത്ത് ഓതന പഠിച്ചവനെ, ഈ ചങ്ങാതി എന്താ നിർത്താത്ത പഠിച്ചവനെ എന്നിങ്ങനെ ക്ലോക്ക് നോക്കിയിട്ട് നിസ്കരിക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ചില ആളുകളുണ്ട് നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ചിന്ത, കുടുംബക്കാരുടെ ചിന്ത. അങ്ങനൊന്നും ഒരിക്കലും ആകാൻ പാടില്ല. ആരാ ഉർവതങ്ങൾ? ആരാണ് എന്റെ പ്രിയമുള്ളവരെ ഉർവതങ്ങളെന്നറിയോ? മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ആരാ ഉർവതങ്ങളെന്നറിയോ? ഉർവത്ത് ബിൻ സുബൈർ ആരാ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ ഉർവതങ്ങളതാ നമസ്കരിക്കാൻ കൈകെട്ടുകയാ, ഇബാദത്ത് ചെയ്യുകയാ, സുജൂദ് ചെയ്യുകയാ. ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പടച്ചവനെ പഴുക്കുകയാ, ചോര ഇങ്ങനെ കടന്നു വരികയാ. ഉർവതങ്ങളോ നിന്നുകൊണ്ട് നമസ്കരിച്ചു കാലിങ്ങനെ പഴുക്കുകയാ. മഅദല്ലാഹ് സുബ്ഹാനല്ലാഹ്. മക്കളതാ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, വൈദ്യന്മാര് കടന്നു വരികയാ. ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പരിശോധിക്കുകയാ, അന്വേഷിക്കുകയാ. വൈദ്യന്മാര് പറയുകയാ, അറുത്തു കളയണമല്ലോ, മുറിച്ച് കളയണമല്ലോ. അപകടമാ, ദുരിതമാ, ദുരന്തമാ. പടച്ചവനെ ഉർവതങ്ങൾ പറയുകയാ, പാടില്ല, അനുവാദമില്ല, സമ്മതമില്ല. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ, കൈ തന്നതല്ലോ, കാല് തന്നതല്ലോ, ആരോഗ്യം തന്നതല്ലോ, ആഫിയത്ത് തന്നതല്ലോ, ദീർഘായുസ് തന്നതല്ലോ, ഇതെടുക്കാൻ കഴിവുള്ളവനല്ലോ എന്നതാ പറയുകയാ. വൈദ്യന്മാര് ഓടുകയാ. വൈദ്യന്മാര് വീടിന്റെ ഉള്ളറയിലേക്ക് വൈദ്യന്മാര് മടങ്ങിപ്പോകുകയാ. ദിവസങ്ങൾ കഴിയുകയാ, മാസങ്ങൾ കഴിയുകയാ, വർഷങ്ങൾ കഴിയുകയാ. ഉർവതങ്ങളുണ്ടല്ലോ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ, നമസ്കരിച്ച് കാലുണ്ടല്ലോ പഴുക്കുകയാ, ചോരയുണ്ടല്ലോ കടന്നു വരികയാ. വൈദ്യന്മാര് രണ്ടാമത്തെ തവണയുണ്ടല്ലോ ഉർവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതോ ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പരിശോധിക്കുകയോ. എന്നിട്ടതാ ഉർവതങ്ങളോട് പറയുകയാ, അപകടമോ, ദുരിതമോ, ദുരന്തമോ, കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിലോ നമസ്കരിക്കാൻ കഴിയൂല, സുജൂദ് ചെയ്യാൻ കഴിയൂല. ഉർവതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ. കാലതോ മുറിച്ചു കൊള്ളുക, അറുത്തുകൊള്ളുക. വൈദ്യന്മാര് പറയുകയാ, കാല് മുറിച്ച് കളയുമ്പോ വേദന എടുക്കുമല്ലോ, താങ്ങാൻ കഴിയൂല. വൈദ്യന്മാര് പറയുകയാ, ഒരു കോപ്പ കള്ള് തരാം, ഒരു കോപ്പ കള്ള് തരാം, വീര്യം കൂടിയ കള്ള് തരാം. ഈ കള്ള് കുടിച്ചാൽ മഅദല്ലോ വേദന അറിയൂല, താങ്ങാൻ കഴിയുന്നതോ. ഉർവതങ്ങൾ പറയുകയാ, കള്ളു കുടിക്കാൻ പാടില്ലോ, അത് ഹറാമോ ഹലാലല്ലോ, അനുവദനീയമല്ലോ. വൈദ്യന്മാര് ചോദിക്കുകയാ, പിന്നെങ്ങനാ തങ്ങളെ കാല് മുറിക്കുന്നതെങ്ങനോ, കാല് മുറിക്കുന്നതെങ്ങനോ, വേദനയെടുക്കാതെ മുറിക്കുന്നതോ എങ്ങനാണ് തങ്ങളെ? കള്ളു കുടിച്ചാൽ വേദന എടുക്കൂല, കള്ളു കുടിച്ചാൽ വേദന അറിയൂല, കള്ളു കുടിച്ചാൽ തലയിൽ നിന്ന് ബോധം നഷ്ടപ്പെടുന്നതോ. നിങ്ങളുടെ കാല് മുറിക്കുന്നു, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും അറിയൂല. ഉർവതങ്ങൾ പറയുകയാ, കള്ളുണ്ടല്ലോ ഹറാമാ, കള്ളുണ്ടല്ലോ കുടിക്കാൻ പാടില്ല. വൈദ്യന്മാര് വീണ്ടും അതാ ചോദിക്കുകയാ, കള്ളു കുടിക്കാതെ കാല് മുറിക്കുന്നതെങ്ങനോ, കാലറുത്തു കളയുന്നതെങ്ങനാ, വേദനയെടുക്കാതെ മുറിക്കുന്നതെങ്ങനാ? സുബ്ഹാനല്ലാഹ്. വൈദ്യന്മാരോട് ഉർവതങ്ങൾ പറയുകയാ, അടുത്ത വഖത്തിന്റെ സമയമാകുമ്പോ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ നിങ്ങളതാ കടന്നു വരിക. നിങ്ങൾ കടന്നു വന്നിട്ട് എന്റെ കാല് ഞാൻ നമസ്കരിക്കുമ്പോ മുറിച്ച് കളയുക എന്നതാ ഉർവതങ്ങൾ പറയുകയാ.
വൈദ്യന്മാര് അത്ഭുതപ്പെട്ടു, വൈദ്യന്മാര് പേടിച്ചു. അടുത്ത വക്കത്തിന്റെ സമയമാകുമ്പോ ഉർവതങ്ങൾ കടന്നു വരികയാ. ഉർവതങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോ പടച്ചവനെ നമസ്കരിക്കുകയോ പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ. ആ സമയത്തതാ വൈദ്യന്മാര് ഊരി പിടിച്ച കടാര എടുത്തിട്ടു ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളയുകയാ. ഉർവതങ്ങളുടെ കാല് വേദന എടുത്തില്ല. ഉർവതങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എന്തുകൊണ്ടാ? നമസ്കരിക്കുമ്പോ ഈമാനോടെ നമസ്കരിച്ചപ്പോ ഉർവതങ്ങളുടെ കാല് മുറിച്ച സമയത്തു വേദന എടുത്തില്ലെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ, അങ്ങനെ അതാ ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഉർവ തങ്ങൾ നിസ്കരിക്കുന്നതുപോലെ ഇഖ്ലാസോടെ അദബോടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വൈദ്യന്മാർ കാല് മുറിച്ചു, ഒരു തരി വേദന പോലും എടുത്തില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ പുറകില് പള്ളിയിൽ ഉസ്താദ് വന്നിട്ട് ചൂരല് കൊണ്ട് നമ്മളെ നടിച്ചാൽ നമ്മൾ തിരിച്ചു ഉസ്താദിന്റെ പെടലിക്ക് കൊടുക്കും. നമ്മുടെ ഉസ്താദിന്റെ പെടലിക്ക് നോക്കി നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷേ ഉർവ തങ്ങളുടെ കാല് മുറിച്ചു കളഞ്ഞു, ഉർവ തങ്ങൾ അനങ്ങിയില്ല. കാരണം എന്തേ? ഉർവ തങ്ങൾക്ക് കാല് മുറിച്ചതിന്റെ ഒരു ഉറുമ്പ് കടിച്ച വേദന പോലും ഉർവ തങ്ങൾക്ക് എടുത്തില്ലെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ അങ്ങനെ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ, അല്ലാഹ് സ്വീകരിക്കണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുമ്പിൽ വരും. പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണേ? പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണേ? താഴത്തെ ഇരിക്കണേ. ഇൻഷാ അല്ലാഹ് അവരുടെ ഭാഗത്തും ആണുങ്ങളുടെ ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും മുമ്പിൽ ചെല്ലണം. അത് ഓടിപ്പോരും, നിന്നെ കാണണം കേട്ടത് കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ മുഴുവൻ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആവേശത്തോടെ അൽഹംദുലില്ലാഹ് സ്വതക്ക കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കൊടുക്കുന്നവർക്കൊക്കെ ഈ സമാധാനം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാ, നിസ്കരിക്കുമ്പോ അതബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സുള്ള മക്കളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരുമില്ല? 18 വയസ്സുള്ള കെട്ടിക്കാൻ പ്രായമായ പെൺമക്കളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ഒന്ന് ധൈര്യത്തിൽ പൊക്കിക്കോ. ഇർഷാദ് നോക്കി വെച്ചോടാ. നോക്കിയോ? ഇൻഷാ അല്ലാഹ് 2-3 പേരുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഈ കെട്ടിക്കാൻ പ്രായമുള്ള സഹോദരിമാരോട് പറയാ, നിങ്ങളുടെ കെട്ടിച്ചു വിടുമ്പോ ഈ വാപ്പമാര് 18 വയസ്സുള്ള നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധമാക്കപ്പെട്ട ദീൻ അനുസരിച്ചുകൊണ്ട് അവരെ കെട്ടിച്ചു വിടാൻ കഴിയണം. ദീനുള്ളവർക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? കെട്ടിച്ചു കൊടുക്കണം. ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. നിസ്കാരമില്ലാത്തവർക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, ഇപ്പോ ഇത് നെക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ നെക്കരയില് ഒരു പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം ഉറപ്പിച്ചു. കബക്ക പുത്തൂരു ഭാഗത്താണ് ആരുടെ വീട്? പെണ്ണിന്റെ വീട്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം അന്വേഷിക്കാൻ വേണ്ടി എവിടെ വരും? ഈ നെക്കരയിൽ വരും. വരും. നെക്കരയിൽ വന്നിട്ട് ഈ നാട്ടിലെ ചായക്കടയിലും ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ കയറി ചെന്നിട്ട് പള്ളിക്കാട്ടി വന്നിട്ട് ഖബറാളികളോട് വരെ ചോദിക്കും, ഇവൻ എങ്ങനെയുണ്ട്, ഇവന്റെ സ്വഭാവം എങ്ങനെ, ഇവൻ എന്തെങ്കിലും ദുശീലുണ്ടോന്ന് ആരോട് ചോദിക്കും? പള്ളിക്കാട്ടിൽ കിടക്കണ ഖബറാളികളോട് പോലും ചോദിക്കും. ഞാൻ പറയാ, ഒരിക്കലും നിങ്ങളുടെ മക്കളെ കെട്ടിക്കാൻ പോകുമ്പോ ഒരിക്കലും നാട്ടുകാരോടോ കൂട്ടുകാരോടോ അവിടുത്തെ ചായക്കടയിലോ ബസ് സ്റ്റോപ്പിലോ ബസ്സുകാരോടൊന്നും ചോദിക്കരുത്. ആരോട് ചോദിക്കണം? പള്ളിയുടെ ഖത്തീബിനോട് ചോദിക്കണം. ഉസ്താദേ, ഇവനാണ് എന്റെ മോളെ കെട്ടാൻ പോകുന്നവൻ, ഇവന്റെ സ്വഭാവം എങ്ങനെ, ഇവൻ ദീനീ ബോധമുള്ളവനാണോ എന്ന് ആരോട് ചോദിക്കണം? പള്ളിയുടെ ഖത്തീബിനോട് ചോദിക്കണം. പള്ളിയുടെ ഖത്തീബ് പറയാ,
കുഴപ്പമൊന്നുമില്ല, ഇവൻ ഓക്കെയാണ്, ഇവന് കച്ചവടമൊക്കെ ഉണ്ട്, ഇവൻ സന്തോഷമുള്ളവനാ, ഇവന്റെ കുടുംബത്തിൽ സന്തോഷമുള്ളവനാ, ഇവൻ നിസ്കാരമുള്ളവനാ എന്ന് ആര് പറയണം? പള്ളിയുടെ ഖത്തീബ് പറഞ്ഞാൽ നമ്മുടെ മക്കളെ എന്തോ കെട്ടിച്ചു വിട്ടോ. ഫളുഫുർ ബിദാത്തി ദീൻ, ദീൻ അനുസരിച്ച് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കെട്ടിച്ചു വിടാൻ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വിളവന്മാരാ. കാരണം എന്തേ? പള്ളിയിലെ ഉസ്താദിനോട് വന്നിട്ട് പെണ്ണിന്റെ വാപ്പ ചോദിക്കണ ദിവസോ ഈ ചങ്ങാതി സുബഹിക്ക് തന്നെ വെളിയിലുണ്ടാവും. പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ ഖത്തീബിനോട് ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിന്റെ വാപ്പ വരുന്ന ദിവസോ ഈ ചങ്ങാതിമാർ ഉസ്താദ് എണ്ണീക്കുന്നതിന് മുമ്പ് തന്നെ ഉസ്താദിന്റെ പള്ളിയിൽ ഈ ചങ്ങാതി തഹജ്ജുദ് നിസ്കരിക്കണ്ടാകും. അല്ലാഹു നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഈ എറണാകുളത്തൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ പഠിച്ചവനെ, ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വയല് കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒരു 3-4 മണിക്ക് പള്ളിയിൽ വന്നു വെളുപ്പിനെ. ഞാൻ വന്നിട്ട് എന്റെ ഡോർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പള്ളിക്കകത്ത് ഭയങ്കര പ്രകാശം. എനിക്ക് ഉറപ്പാ ഞങ്ങളുടെ മഹലിൽ ഒരാൾ പോലും 4 മണിക്ക് വന്ന് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ ഒരാൾ പോലും അവിടെ ഇല്ല. അല്ലാഹുവേ, ഞാൻ ഓർത്തു പള്ളിക്കകത്ത് നേർച്ചപ്പെട്ടി കുത്തിപ്പൊളിക്കാൻ വന്ന ഏതെങ്കിലും ചങ്ങാതിമാരായിരിക്കും. ഞാൻ പള്ളിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോ റമളാനിൽ പോലും നിസ്കരിക്കാൻ വരാത്ത ഒരു ഹമുക്ക് പള്ളിക്കകത്ത് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാം. റമളാനിൽ പോലും പള്ളി കയറാത്തൊരു ചങ്ങാതി പള്ളിക്കകത്ത് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാം. ഞാൻ ഇങ്ങനെ പയ്യെ ഇവന്റെ പുറകിൽ ചെന്നിട്ട് ഇങ്ങനെ കൈവച്ചു. ഇവൻ നെട്ടി എണ്ണീച്ചു. കാരണം എന്താ? വല്ലപ്പോഴാ പള്ളി വരണേ, ഇനി ജിന്നോ നമ്മളെ കണ്ടാലും മതി, ജിന്നോ ശൈത്താനോ ഇബിലീസോ വല്ലോ ആണെന്ന് ഓർത്തിട്ട് ഇവൻ എന്ത് ചെയ്തു? നെട്ടി എണ്ണീച്ചു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? എടാ, എന്നെ മനസ്സിലായോ? ഇവൻ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ ഖത്തീബല്ലേ ഉസ്താദെ. ഞാൻ പറഞ്ഞു, അത് നിന്റെ മനസ്സിലുണ്ടാകണം, അതിന്റെ മനസ്സിലുണ്ടാകണം, പള്ളിയിൽ വല്ലപ്പോഴൊക്കെ വരണം. ഞാൻ ചോദിച്ചു, എടാ ഈ വെളുപ്പിനെ 4 മണിക്ക് നീ പള്ളിയിൽ വരാനുള്ള കാരണം എന്താ? ഓൻ പറഞ്ഞതാ, ഉസ്താദെ റജബ് കഴിഞ്ഞില്ലേ. എനിക്ക് ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ ഉസ്താദെ, റജബൊക്കെ കഴിഞ്ഞില്ലേ, ശഅബാൻ പകുതിയായില്ലേ ഉസ്താദെ, റമളാൻ കടന്നു വരില്ലേ ഉസ്താദെ, നന്നാകാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വിശ്വാസം വന്നില്ല, എനിക്ക് ഉറപ്പ് വന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, എടാ ഈ 4 മണിക്ക് 3:30 മണിക്കൊക്കെ വരാനുള്ള ഈമാൻ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ വാഴന്നും എല്ലാം കേട്ടോ. അതൊന്നുമല്ല ഉസ്താദെ, അതൊന്നുമല്ല ഉസ്താദെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കാനായല്ലോ ഉസ്താദെ, എല്ലാവരും വിട പറയുമല്ലോ ഉസ്താദെ. അതുകൊണ്ട് നന്നാകാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, നിനക്കൊരു 26 വയസ്സുണ്ടാകും. എടാ, ഇന്നെങ്ങാനും നിന്റെ കല്യാണാലോചന നടക്കുന്ന ദിവസമാണ്. ഇന്നെങ്ങാനും നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വാപ്പ നിന്നെ പറ്റി അന്വേഷിക്കാൻ എങ്ങാനും എന്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവൻ പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിച്ചില്ല. എന്റെ കൈ പിടിച്ചിട്ട് പറയാം, മുടക്കല്ലേ ഉസ്താദെ. എന്താ പറയണേ? മുടക്കല്ലേ ഉസ്താദെ. 2 കൊല്ലമായി ഞാൻ നോക്കി നോക്കി നടക്ക ഉസ്താദെ. കിട്ടാത്ത ചരക്കായി ഞാൻ ഇങ്ങനെ നിൽക്കുക, കെട്ടാത്ത ചരക്കായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. അവസാനമായിട്ട് എനിക്കൊന്നിനെ കിട്ടിയതാ ഉസ്താദെ. അതാണ് പെണ്ണിന്റെ വാപ്പ പറയണത്, ഉസ്താദിനോട് ചോദിച്ചിട്ടേ കെട്ടിച്ചെരുത്തുള്ളെന്ന. ഉസ്താദെ, എന്നെ പറ്റി നല്ലത് പറയണേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സോപ്പിടുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലേ? എന്ന ഉസ്താദന്മാർക്ക് എന്തെങ്കിലും നമ്മുടെ പള്ളിക്കകത്ത് ദീൻ പറയാൻ പറ്റുമോ? നമ്മുടെ പള്ളിക്കകത്ത് ഉസ്താദന്മാർക്ക് ദീൻ പറയാൻ പറ്റുമോ? ഇല്ല. പ്രേമത്തിനെതിരെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റൂല. ഉസ്താദന്മാർക്ക് അവിഹിത ബന്ധത്തെ പറ്റി ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റൂല. മലപ്പുറം ജില്ലയിൽ ഒരു മദ്രസയില് ഒരു ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തു. അല്ലാഹുവേ, ആ മദ്രസയിൽ ഇരുന്നൊരു പെൺകുട്ടി ഈ കാമുകനോട് ചെന്നിട്ട്, പെൺകുട്ടിയുടെ കാമുകനോട് ചെന്നിട്ട് പറഞ്ഞു, ഇച്ചാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, പള്ളിയിലെ മുഅല്ലിം ഉസ്താദ് ഇന്ന് പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തിരിക്കണം. അത് ഈ കലിപ്പന്റെ ഖാന്താരിയുടെ നെഞ്ചിൽ കൊണ്ടുവെക്കാ. അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് ഉസ്താദിനൊന്ന് പെരുമാറണം, നിങ്ങൾ ചെന്നിട്ട് ഉസ്താദിനൊന്ന് തീരുമാനമാക്കണം. ഉസ്താദ് പാതിരാത്രി റൂമിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ സാധുവായി ഉസ്താദ് ബനീന് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കൊട്ടി. ഉസ്താദ് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ അകത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഉമ്മക്ക് സുഖമില്ല, ഉമ്മമാക്ക് വല്ലുമ്മാക്ക് സുഖമില്ല, ഉസ്താദ് വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്യണം. സാധുവായി ഉസ്താദ് മുണ്ടൊക്കെ എടുത്ത് കമീസൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചു, തലപ്പാവൊക്കെ വട്ടത്തിലുള്ള തലപ്പാവ് സ്റ്റെപ്പിട്ട് കെട്ടി, പടച്ചവനെ അത്തറൊക്കെ തേച്ചു, സുറുമ എഴുതി, അല്ലാഹുവേ വണ്ടിക്കകത്ത് കയറി. തിരിച്ചു വന്നത് ചുവപ്പ് കമീസായിട്ടാ. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. കാരണം എന്തേ? ഓനാ ഉസ്താദിനകത്തിട്ടിടിച്ചു, ഓനാ ഉസ്താദിനെ അകത്തിട്ടിടിച്ച് ഷെയ്പ്പാക്കിയിട്ട് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും പ്രേമത്തിനെതിരെ ക്ലാസ് എടുക്കരുത്. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദല്ലേ, ഉസ്താദ് ഇവിടെ എത്ര കൊല്ലേ ഉസ്താദ്? ഒരു കൊല്ലം. ഒരു പള്ളിയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള എത്ര കൊല്ലം? ഉസ്താദ് ഫ്രഷാ, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഉസ്താദിന്റെ ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില പള്ളിയിലൊക്കെ ഉസ്താദന്മാർ 25 കൊല്ലമൊക്കെ ജോലി ചെയ്ത ഉസ്താദന്മാരുണ്ട്. എന്താ 25 കൊല്ലം ഒരു പള്ളിയിൽ ജോലി ചെയ്ത ഉസ്താദന്മാരുണ്ട്. എനിക്ക് ഭയങ്കര ബഹുമാനം വരെ. കാരണം വേറെ ഒന്നും, ഞാനൊന്നും ഒറ്റ കൊല്ലം ഒരു പള്ളിയിലും തികച്ചിട്ടില്ല.
ഒറ്റ കൊല്ലം ഒരു പള്ളിയിൽ ഞാൻ തയ്ച്ചിട്ടില്ല. കാരണം എന്താ, ഒരു കൊല്ലം ആകുമ്പോൾ കമ്മിറ്റിക്കാർ ഞാൻ തുടക്കും, ഞാൻ എന്തെങ്കിലും പറയും, ഓരിങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറയും, ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയും. അപ്പൊ ഞാൻ കാരണം നമ്മളെ കൊണ്ട് നടക്കില്ലപ്പ. ഞാൻ മാനസികമായിട്ട് ഈ പള്ളി ജോലി എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ ഞാൻ ഒഴിവാക്കിയതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ എൻ്റെ സ്വന്തം നാട്ടുകാരാകുന്ന കമ്മിറ്റിക്കാരുമായിട്ട് ഉടക്കിയിട്ട് ഞാൻ പള്ളി ജോലി രാജിവെച്ച ആളാണ്. ഇനി ജോലി ചെയ്യണില്ല എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷെ അൽഹംദുലില്ലാ ഇന്ന് മുതൽ ഈ കണ്ണൂർ പാലോട്ട് പള്ളിയിൽ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എത്ര വരെ പോകുമെന്നറിയില്ല, പോണിടത്തോളം മൈജലുള്ളിടത്തോളം പോലും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ നമ്മുടെ ഉസ്താദന്മാർക്ക് പള്ളിക്കകത്ത് ഇൽമു പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. പാടില്ല, പാടില്ല. അൽഹംദുലില്ലാ, നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ദീനുള്ളവർക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, കെട്ടിച്ചു കൊടുക്കണം. എന്നോടൊരു വാപ്പ പറഞ്ഞത്, ഉസ്താദേ എന്റെ മകളുടെ കല്യാണമാണ്, നിങ്ങൾ വരണം, നിങ്ങൾ നിക്കാഹ് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാകൂല, പള്ളിയുടെ അസിസ്റ്റന്റ് ഉസ്താദ് ഉണ്ടാകും, എനിക്ക് വയലുണ്ട്. ഞാൻ ചോദിച്ചു, പെണ്ണിന്റെ വാപ്പയോട് ചോദിച്ചു, കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ യോഗ്യത എന്താ? ഇദ്ദേഹം ചിരിക്കോ, അറിയില്ല ഉസ്താദെ. എന്താ പറയണേ, ഇവന്റെ മദ്രസ വിദ്യാഭ്യാസം അറിയൂല ഉസ്താദെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അതൊന്നും പരിശോധിച്ചില്ലേ? ഇവൻ കോടീശ്വരനാ ഉസ്താദെ, ഇവൻ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കോടീശ്വരനാ ഉസ്താദെ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് എന്റെ റൂമിൽ വന്നിട്ട് ഈ ചങ്ങാതി കരയാ, പെട്ടുപോയി ഉസ്താദെ. എന്താ പറയണേ, പെട്ടുപോയി ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്റെ ബിസിനസ് വല്ലതും തകർന്നോ? അതൊന്നുമല്ല, എന്റെ ഏറ്റവും വലിയ ബിസിനസ് ആയിരുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ജീവിതം തകർന്നു ഉസ്താദേ. എന്റെ പൊന്നുമോളെ കെട്ടിയ ചെറുപ്പക്കാരൻ കള്ളു കുടിക്കുന്നവനാ. എന്താ കള്ളു കുടിക്കുന്നവനാ. ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ തിരക്കിയാ പോരായിരുന്നോ, നിങ്ങൾ അവന്റെ സ്വഭാവം അന്വേഷിച്ചാ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോ സാധുവായ സഹോദരൻ കൈപിടിച്ചിട്ട് കരയാ. ദീനുള്ളവർക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, കെട്ടിച്ചു വിടണം. അതുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ നമസ്കരിച്ചാൽ അൽഹംദുലില്ലാ, പള്ളിയിൽ വന്നിട്ട് അൽഹംദുലില്ലാ പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയും. പള്ളിയിൽ വരുമ്പോൾ ഇസ്ത്രിയുള്ള വസ്ത്രം ധരിക്കണം, നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെയും സഹോദരിമാരുടെയും വല്ലവന്റെയും ഭാര്യയുടെ അല്ല, സ്വന്തം ഭാര്യയുടെയും ഈ കഫിന്റെ ഭാഗം, നിസ്കാര കുപ്പായത്തിന്റെ ഈ കഫിന്റെ ഭാഗം നിങ്ങളൊന്ന് പരിശോധിക്കണം. അല്ലാഹുവേ, ചില ഉമ്മമാരുടെതൊക്കെ കരിമ്പനടിച്ചിട്ടുണ്ടാകും, ഈ വുദുവെടുത്ത് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ചില ഉമ്മമാരുടേത് കരിമ്പനടിച്ച് തുരുമ്പ് വന്ന് ഓട്ട വീണിട്ടുണ്ടാകും. ഭർത്താവ് വന്നിട്ട് പറയും, ആമിന ശഅബാൻ പകുതിയായി, നമുക്ക് ഈ നിസ്കാര കുപ്പായൊന്നും മാറ്റിക്കൂടെ? ആ സമയത്ത് ആമിനാത്ത പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്കെന്തിനാ നിസ്കാര കുപ്പായം. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടില്, എന്റെ വീട്ടില്, നിങ്ങളുടെ വീട്ടില് എത്ര ഉമ്മമാരുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം കൊളുത്തിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാരുള്ളേ? ഹാങ്കറിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാരുള്ളേ? കുറവാ. എല്ലാവരും ചെയ്യണം എന്ത് ചെയ്യണേ? അല്ലാഹുവേ, ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം ഊരിട്ട് നമ്മുടെ ഇർഷാദിന്റെ കടയിൽ പഴകിയ പൊറോട്ട കടിക്കണത് പോലെ പടച്ചവനെ, ഈ നിസ്കാര കുപ്പായം മക്കളെ എല്ലാം കൂടി എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ പൊറോട്ട കുഴക്കണത് പോലെ ഇതിങ്ങനെ കുഴച്ചിട്ട് ഒരു പായിന്റെ അകത്ത് വെച്ചിട്ട് ചിക്കൻ റോള് ചുരുട്ടണത് പോലെ എന്ത് ചെയ്യും, ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ മടക്കിയിട്ട് അലമാരയുടെ അടിയിൽ കുത്തി കേട്ടിട്ട് പറയും, ഇനി ജീവനുള്ളപ്പോ ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം എന്ന് നീയത്ത് വെക്കണ ചില ഉമ്മമാർ. പാടില്ല. നിസ്കരിക്കുമ്പോ അതപോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന. 3 മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 3 അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ. മൂന്നാമത്തെ വിഭാഗമാരാ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ. സഹാബാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ. വാപ്പയുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, വാപ്പയെ തെറി പറയുന്ന മക്കളാ, ഉമ്മയെ തല്ലുന്ന മക്കളാ, ഉമ്മയെ തള്ളയെന്ന് വിളിക്കുന്ന, വാപ്പയെ തെറി പറയുന്ന മക്കളുള്ള കാലഘട്ടമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈമാനോടെ ഇസ്സത്തോടെ മരിക്കുമ്പോ ലാ
ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണമെങ്കിലോ മൂന്നാമത്തെ വിഭാഗമാരാ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിക്കുന്നവരാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, ഉമ്മയോ വാപ്പയോ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ അല്ലെങ്കിൽ ഉണ്ടോ? ആ, മരിക്കാനുള്ളവരല്ല കേട്ടോ. അള്ളാഹു ഖബർ വിശാലാക്കട്ടെ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, ചില മക്കൾക്ക് ഉമ്മയോട് ഭയങ്കര സ്നേഹ, വാപ്പയെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില മക്കളുണ്ട്. ഉമ്മയോട് ഭയങ്കര സ്നേഹമാ, വാപ്പാനെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില മക്കൾ. ചില മക്കൾക്ക് ഒരു വിചാരമുണ്ട്, ഉമ്മ ഭയങ്കര സ്നേഹമുള്ള ആള്, വാപ്പ ATM എന്നാണ് ചില ആളുകളുടെ വിചാരം. വാപ്പാന്റെ കൊടവേറി പോയിട്ട് ഇങ്ങനെ കുത്തുമ്പോ വാപ്പ ഇങ്ങനെ വായിക്കൂടെ പൈസ തരും. ഇതാണ് നമ്മുടെ വാപ്പമാരെന്ന പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. അല്ല അല്ല, ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടം എന്ന്, അല്ലെ? അപ്പൊ ഞാനും നിങ്ങളൊക്കെ ചെന്നിട്ട് ഉമ്മയോട് പൈസ ചോദിക്കാറുണ്ട്, ചോദിക്കൂലേ? ചോദിക്കാറുണ്ട്. എത്ര ജോലി കിട്ടിയാലും നമ്മൾ ടൈറ്റ് വരുമ്പോ ആരോടെ ചോദിക്കാ? വാപ്പാനോടെ ചോദിക്കാ? അല്ല, ഉമ്മാനോട് ചെന്നിട്ട് ചോദിക്കും, ഉമ്മ പൈസ വല്ലതും ഉണ്ടോ? ഉമ്മമാർക്കുള്ള കറാമത്ത് എന്തെന്നറിയോ? തൈലപ്പാട്ട കുലിക്ക് അതിന് പൈസ കിട്ടും. ഉമ്മമാർക്കുള്ളൊരു കറാമത്ത, മക്കൾ എന്ന് പൈസ ചോദിക്കുമ്പോ ഉമ്മമാർ അടുക്കളയിൽ നിന്നിട്ട് ഈ തൈലപ്പാട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കുലുക്കി നോക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് 100ന്റെ 50ന്റെ നോട്ട് കിട്ടും. ചില ഉമ്മമാർക്ക് പഞ്ചസാര പാത്രം കുലിക്കാൻ മതി, അതിന്റെ ഇടയിൽ നിന്ന് പൈസ കിട്ടും. ചില ഉമ്മമാർക്ക് അരിയും പാത്രം കുലിക്കാൻ മതി, അതിന്റെ ഇടയിൽ നിന്ന് പൈസ കിട്ടും. ചില ഉമ്മമാർക്ക് കട്ടിലിന്റെ അടിയിൽ തപ്പിയാൽ മതി, അതിന്റെ അടിയിൽ നിന്ന് പൈസ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഒരു സഹോദരൻ ഒരു പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പൈസ എടുത്തിട്ട് ഈ കഫിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക, കഫിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തൊക്കെ പോക്കറ്റില്ലേ, കീറിപ്പോയോ? ആ സഹോദരൻ പറയും, ഉസ്താദെ വീട്ടിൽ പോയി അടിച്ചോണ്ട് പോകും ഉസ്താദെ. എന്താണ്? വീട്ടിൽ കൊണ്ട് പോക്കറ്റിൽ ഇങ്ങനെ പൈസ വെച്ചാ അടിച്ചോണ്ട് പോകും ഉസ്താദെ. അല്ലാഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അല്ലേ, ഇപ്പൊ നമ്മുടെ 1500 നോട്ട് നിരോധിച്ച ഒരു സമയത്ത് എത്ര ഉമ്മമാരെ പെട്ടെ. അള്ളാഹുവെ, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ പൈസ, അള്ളാഹുവെ, ആ സാധുക്കൾ അടിച്ചു മാറ്റിയ പൈസ അവസാനം മാറാൻ പോലും പറ്റാതെ കത്തിക്കേണ്ട അവസ്ഥ വന്നു. അള്ളാഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങള് സ്കൂളിൽ ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന സമയത്താ ഈ നോട്ട് നിരോധിക്കണേ. ദർസിൽ പഠിക്കുന്ന സമയത്താ ഈ നോട്ട് നിരോധിക്കണേ. ഞങ്ങളൊരു മൗലിദും കഴിഞ്ഞ് എല്ലാവരും 500 വെച്ച് മേടിച്ചോണ്ട് വരുമ്പോഴാണ് നോട്ട് നിരോധിക്കണേ. എൻ്റെ ഒരു കൂട്ടുകാരൻ ബഷീർ എന്ന പേര് പഠിച്ചവനെ, അള്ളാഹു ഇൽമിനൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മൗലിദൊക്കെ കഴിഞ്ഞിട്ട് അന്ന് മുത്തലിങ്ങളാ, കിട്ടണ പൈസ ഇങ്ങനെ എണ്ണി ഇങ്ങനെ എന്തെങ്കിലും ഇന്നല്ലേ പൈസയും എല്ലാം ആയത്, അന്നൊന്നും ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ബഷീർ എന്ന് പറഞ്ഞ ഈ ഉസ്താദ് എന്ത് ചെയ്തു, വന്നിട്ട് പോക്കറ്റിൽ നിന്ന് മൗലിദ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 500ന്റെ നോട്ട് ഇങ്ങനെ എണ്ണുമ്പോ സൈഡിൽ വാർത്തയുണ്ട്. ആ സമയത്ത് ഇങ്ങനെ വാർത്തയിൽ വരിക, 500ന്റെ നോട്ട് നിരോധിച്ചു. എന്താ പറയണേ? 500ന്റെ നോട്ട് നിരോധിച്ചു. അല്ലാഹു നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എത്ര ഉമ്മമാരാ പെട്ടുപോയെ. അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ബറക്കത്തും വർദ്ധനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, വാപ്പയും ഉമ്മയും മരിച്ചവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ പലരും കൈപൊക്കി. നിങ്ങളോട് ഞാൻ പറയാ, നമ്മുടെ ഈ പള്ളിക്കാട്ടിൽ നമ്മുടെ വാപ്പയും ഉമ്മ ഉണ്ടെങ്കിൽ അവരുടെ ചാരെ ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? 1 2 ആരില്ല. ഇനിയുണ്ടോ? വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരെ ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പോണവർ ഉണ്ടോ? ഇല്ല. ആ 2 പേര് പൊക്കി. 6 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 5 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 4 ദിവസം പോണവർ, ചില ആളുകൾ മരിക്കേണ്ട ഉസ്താദിൽ നിന്ന് പോകാനായിട്ട്. അള്ളാഹു നമ്മുടെ വാപ്പ ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. 4 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ 4 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 3 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ സ്വന്തം വാപ്പാടും ഉമ്മാന്റെ ഖബർ ഇല്ല. പറയും എല്ലാവർക്കും ഉണ്ട്. 2 ദിവസം പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ വാപ്പാനും ഉമ്മാനും ഇല്ല. 1 ദിവസമെങ്കിലും അൽഹംദുലില്ലാ പൊക്കിക്കോ, അള്ളാഹു കബൂലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. 1 ദിവസം പോലും പോകാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ എന്നോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എൻ്റെ വാപ്പ മരിച്ചുപോയി, ഒന്ന് ദുആ ചെയ്യൂ. എന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് ഇവൻ പള്ളിക്കാട്ടിലോട്ട് കൊണ്ടുപോവാ. ഇവന്റെ വാപ്പാന്റെ ഖബർ അറിയില്ല.
ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പേണ്ട അവസ്ഥ. വേർ ഈസ് മൈ വാപ്പാസ് ഖബർ എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പേണ്ട അവസ്ഥ. ഇവന് വാപ്പാന്റെ ഖബർ അറിയില്ല. ഞാൻ ഇവനോട് ചോദിച്ചു, എടാ എത്ര കൊല്ലമായി വാപ്പ മരിച്ചിട്ട്? ഉസ്താദെ 18 കൊല്ലമായി. 18 കൊല്ലമായി. ഞാൻ ചോദിച്ചു, എടാ 18 കൊല്ലമായി നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം മുമ്പ് നീ നിന്റെ വാപ്പാന്റെ ഖബറിന്റെ ചാരെ അവസാനമായി പോയത്? 12 കൊല്ലം മുമ്പ് ഉസ്താദെ. എന്താ പറഞ്ഞേ? 12 കൊല്ലം മുമ്പ് ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്തേ നീ അന്ന് പോയവൻ ഇന്ന് വരാനുള്ള കാരണം? ഉസ്താദെ, എല്ലാ പ്രവാസികളും ഗൾഫിലേക്ക് പോകുമ്പോൾ അൽഫാത്തിഹ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ രാത്രി ഗൾഫിലോട്ട് പോവാ, വിസിറ്റിംഗ് വിസ എടുത്ത് പോവാ, എന്റെ വാപ്പാന്റെ ചാരെ വന്നൊന്ന് സിയാറത്ത് ചെയ്യാൻ ഉമ്മിച്ച എന്നോട് പറഞ്ഞു ഉസ്താദെ. അതുകൊണ്ട് ഞാൻ വന്ന് സിയാറത്ത് ചെയ്തതാണെന്ന് അസാധുവായ സഹോദരൻ പറയുമ്പോ ഞാൻ പറയാ, മക്കളെ പാടില്ല. നമ്മളെ പോറ്റി വളർത്തിയതവരാ. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നു? നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നു? 9.5 മാസം, 10 മാസം, 8.5 മാസം എന്നൊക്കെ ആര് പറഞ്ഞു? സഹാബത്ത് പറഞ്ഞു. സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വാപ്പമാര് നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നു? നിങ്ങളുടെ പിതാക്കന്മാര്, നിങ്ങളുടെ ആണുങ്ങളാകുന്ന വാപ്പമാര് നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നു? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, വാപ്പമാർ എങ്ങനാ ഗർഭം ചുമക്ക, ആണുങ്ങൾ എങ്ങനാ ഗർഭം ചുമക്ക? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, സഹാബാ, തെറ്റിപ്പോയി സഹാബ. സഹാബത്ത് ചോദിച്ചു, എന്തേ തങ്ങളെ? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, 9.5 മാസത്തോളം നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന ദുനിയാവിലേക്ക് ഇട്ടാൽ, നെക്കരയിലേക്ക് പ്രസവിച്ചിട്ടാൽ, പിന്നെ നിനക്കൊരു ജോലിയും കൂലിയും പ്രാപ്തിയാകുന്നതുവരെ നിന്റെ വാപ്പയാണ് തോളിലേറ്റി അൽഹംദുലില്ലാഹ് ഗർഭം ചുമക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറയുമ്പോൾ വാപ്പയെയും സ്നേഹിക്കണം, ഉമ്മയെയും സ്നേഹിക്കണം. ചില വാപ്പമാരൊക്കെ പറയും, ഉസ്താദ് എനിക്ക് 3 വാഴയാ ഉസ്താദ്. എന്താ പറയണേ? 3 മക്കളാന്ന് പറയുന്നതിന് പകരം ചില വാപ്പമാര് പറയണയാ, എനിക്ക് 3 വാഴയാ ഉസ്താദ്, ഒരു ഗുണമില്ല എന്ന് പറയുന്ന ചില ചങ്ങാതിമാര്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നരകത്തിൽ നിന്ന് കാവല് വേണോ? കേട്ടോ, നരകത്തിൽ നിന്ന് കാവല് വേണോ? ഞാനും നിങ്ങളും അതാ പടച്ചവനോട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നവരെ അർത്ഥമേതാ? വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബുണ്ടല്ലോ, പടച്ചവനെ വെമ്പറിലേക്ക് കയറുകയാ, 2 ഖുതുബ ഓതുകയാ, അവസാനത്തെ ദുആ ചെയ്യുകയാ. ദുആ ചെയ്യുമ്പോ ഉസ്താദന്മാര് 3 തവണയുണ്ടല്ലോ ദുആ ചെയ്യുന്നൊരു ദുആയാണ്. ഏതെന്നറിയോ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നു കാക്കണേ അല്ലാ, രക്ഷിക്കണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, നരകത്തിൽ നിന്ന് കാവല് വേണോ? തീജ്വാലയുള്ള നരകത്തിൽ നിന്നു, അദാബിൽ നിന്നു കാവല് വേണോ? എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? മൻ കബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. ആരെങ്കിലും ഒരാൾ ഉമ്മയുടെ നെറ്റിത്തടത്തില് ആരെങ്കിലും ഒരാൾ മുത്തമന്റെ പ്രിയമുള്ളവരെ കൊടുത്തു കഴിഞ്ഞാൽ കാന ലഹു സിത്റൻ മിനന്നാർ, അത് നരകത്തിൽ നിന്ന് കാവല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഒരുപാട് പേരില്ല, ഞാൻ പൊക്കാനൊന്നും പറയണില്ല.
ഭാര്യയ്ക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞ പള്ളിയിലെ ഹത്തി വടക്ക് എല്ലാവരും പൊക്കും. പക്ഷെ ഉമ്മാക്ക് മുത്തം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. അല്ലേ? ഞാൻ പറയാ, ഇന്നത്തെ രാത്രി നരകത്തിൽ നിന്ന് കാവല് വേണമെങ്കിൽ ആ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നിങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് ചുംബനം കൊടുത്തു. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില മക്കളുണ്ട് ഉമ്മയുടെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണ ചില ഹമുക്കുകളാകണ മക്കളുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകട്ടെ. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാ. പഠിച്ചു. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാ. ഉസ്താദിന് കല്യാണം കഴിഞ്ഞ മക്കളുള്ള ഒരു കുട്ടിയുണ്ട്. അള്ളാഹു പെണ്ണാണോ? പെണ്ണ്. അള്ളാഹു സ്വാലിഹത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉസ്താദ് ഓതുന്നതിന്റെയും പഠിക്കണതിന്റെയും ഉസ്താദ് പറഞ്ഞു കൊടുക്കണ ഇൽമിന്റെയും എല്ലാം ബറക്കത്ത് അള്ളാഹു ആ കുട്ടിയുടെയും കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തില. ഒന്ന്, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടു നിൽക്കണ ഭർത്താക്കന്മാരാ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. ഉദാഹരണത്തിന് ഭാര്യ പറയാ, ഇച്ച മച്ച കൊച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഇങ്ങനെ സോപ്പിട്ടിട്ട് പറയാ, ഇച്ച എനിക്ക് പെരുന്നാളിന് ഒരു ടൈറ്റുള്ള വസ്ത്രം മേടിച്ചു. എന്താ പറയണേ? ടൈറ്റുള്ള എന്നെ മാറും അതും ഇതും ഒക്കെ കാണിക്കണ വസ്ത്രം നിങ്ങൾ മേടിച്ചു തരണം എന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ മംഗലാപുരത്ത് പോയിട്ട് അത് മേടിച്ചു കൊടുക്കണവരാണെങ്കിൽ, ഹറാമിന് കൂട്ടു നിൽക്കണവരാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കുള്ള ഒന്നാമത്തെ ഭർത്താവ്. 2, ഭാര്യയുടെ കിടപ്പ് രഹസ്യം പങ്കിടുന്ന ഭർത്താക്കന്മാരാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താക്കന്മാരാ. അപ്പൊ ചില ഉമ്മമാരൊക്കെ ചോദിക്കും, ഉസ്താദേ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ കിടപ്പ് രഹസ്യം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുമോ ഉസ്താദ് എന്ന് ചോദിക്കണവരുണ്ട്. ഞാൻ പറയാ, ചില ഭർത്താക്കന്മാർ അങ്ങനെ പറഞ്ഞു കൊടുക്കും, ചില ഭർത്താക്കന്മാർ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഉദാഹരണം, ഒരു ചങ്ങാതി കല്യാണമൊക്കെ കഴിഞ്ഞു. സുബഹിക്ക് ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോ ഓൻ അബദ്ധം വെച്ചാ കുളിച്ചിട്ട് വരിക പള്ളിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ, തമാശ പറയല്ല. പള്ളിയിലേക്ക് ചങ്ങാതി സുബഹി നിസ്കരിക്കാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ കുളിച്ചിട്ട് വരിക. അപ്പൊ ഓന്റെ തൊട്ടടുത്തിരുന്ന നസീറും സുധീറും ഒക്കെ ഇങ്ങനെ ഓനെ നോക്കും. പടച്ചോനെ, ഓൻ ഇന്ന് കുളിച്ചിട്ടാ വന്നേ, ഇന്നലെ എന്തോ നടന്നിട്ടുണ്ട്. ഓൻ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ പുറത്തോട്ട് വരുമ്പോ ഓനോട് ചോദിക്കും, ഇന്നലെ എന്താ നടന്നേ, ഇന്ന് എന്താണ് നടന്നത്, നീ കുളിച്ചിട്ടാണല്ലോ വന്നേന്ന് ചോദിക്കുമ്പോ ഈ ചങ്ങാതി എന്ത് ചെയ്യും? ഒന്ന് മസാലയൊക്കെ കയറ്റി ഓരോ ഒന്ന് പെരിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? അതും ഇതും ഒക്കെ ചേർത്തിട്ട് കിടപ്പ് രഹസ്യം പങ്കിട്ട് കൊടുക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. പാടില്ല, പാടില്ല. അവര് നരകത്തിലേക്കുള്ള രണ്ടാമത്തെ ഭർത്താവാ. 3, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളികൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന പെൺകോന്തന്മാരാകുന്ന നട്ടലില്ലാത്ത ഭർത്താക്കന്മാരാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവാ. ഇങ്ങനെപ്പ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഭാര്യ ഇച്ഛ ഇങ്ങ് വാന്ന് പറയുമ്പോ പേടിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കണ ഭർത്താവാണെങ്കിൽ എഴുതി വെച്ചോ, അവര് നരകത്തിലേക്കുള്ള ഭർത്താവാ. ഈ ഭർത്താവിനോട് ഭാര്യ പറയിക്കാ, എനിക്ക് നിങ്ങളുടെ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ പറ്റൂല, അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കണമെന്ന് പറയുമ്പോ കൊണ്ടാക്കുന്നവരാണെങ്കിൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്കുള്ള ഭർത്താവ്. ഞാൻ പള്ളിയുടെ പേരൊന്നും പറയണില്ല. ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ളുഹർ കഴിയുമ്പോൾ എന്റെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരിക. കടന്നു വന്നിട്ട് റൂമിന്റെ കൊളുത്ത് എന്ത് ചെയ്തു? പെട്ടെന്നിട്ടു. ഞാൻ പേടിച്ചു പോയി, പഠിച്ചവനെ തല്ലാൻ വരുവാണോ? കാരണം എനിക്ക് കൂടുതലും ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നാണ് എന്റെ വാപ്പാക്ക് വിളിക്കണത്, ഉമ്മാക്ക് വിളിക്കണതൊക്കെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വന്ന് വിളിക്കണത് ചെറുപ്പക്കാർ. അപ്പൊ ഞാൻ പേടിച്ചു, പഠിച്ചവനെ ഇനി എന്നെ വല്ലതും പറയാൻ വന്നാണോ, എന്നെ അടിക്കാൻ വന്നാണോ? ഞാൻ പറഞ്ഞു ഡോർ തുറക്കാൻ പറഞ്ഞു. തുറക്കൂല ഉസ്താദെ, ഡോർ തുറക്കൂല. ഞാൻ പറഞ്ഞു എന്താ ഡോർ കുറ്റിയിട്ടെ? ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മുഖ്യമന്ത്രിക്കും ഗവർണറിനൊക്കെ കരിങ്കൊടി കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ഈ ചെങ്ങാതി തിരിഞ്ഞു നിന്നിട്ട് ഇവന്റെ ബനിയൻ ഇങ്ങനെ പൊക്കി കാണിച്ചു. ഇവൻ തിരിഞ്ഞു നിന്നിട്ട് ഇവന്റെ ബനിയൻ എന്നെ പൊക്കി കാണിച്ചു. അല്ലാഹുവേ, ഇവൻ വെളുത്ത ശരീരമാ, ഇവന്റെ പുറത്ത് പടച്ചവനെ പുലി മാന്തിയത് പോലൊരു 3 പാട് ഇങ്ങനെ കിടക്ക, ഇവന്റെ പുറത്ത് പൂച്ച മാന്തിയത് പോലൊരു 3 പാട് കിടക്ക. ഞാൻ ചോദിച്ചു, എന്തേ മോനെ, എന്തെങ്കിലും മാന്തിയതാണോ? ഉസ്താദേ, എന്റെ സ്വന്തം ഭാര്യ മാന്തിയതാ. എന്താ പറയണേ? എന്റെ സ്വന്തം ഭാര്യ മാന്തിയതാ. ഞാൻ ചോദിച്ചു, എന്തേ, സ്നേഹം കൊണ്ട് മാന്തിയതാണോ? അല്ല ഉസ്താദേ, ഞാൻ ഇന്നലെ രാത്രി ഓൾക്കൊരു ചുരിദാർ, നടന്ന കാര്യം, ഞാനൊരു ചുരിദാർ വാങ്ങിച്ചോണ്ട് കൊടുത്തു ഉസ്താദെ. ഈ ചുരിദാർ വാങ്ങിക്കൊടുത്തപ്പോ ഓക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം 2ഉം പറഞ്ഞ് ഇടിയായി ഉസ്താദെ. അവസാനം ഓള് പാത്രം എടുത്തെറിഞ്ഞു, ഞാൻ റിമോട്ട് എടുത്തെറിഞ്ഞു.
ഓള് വേറെ എന്തോ എടുത്ത് മൊബൈൽ ഫോൺ എടുത്തെറിഞ്ഞു. ഞാൻ ഉസ്താദെ വേറെ ഗ്ലാസ് എടുത്ത് ഓളെ തലക്കെറിഞ്ഞു. അങ്ങനെ അവസാനം അവള് നഖം വെട്ടിയിട്ടില്ലായിരുന്നു ഉസ്താദെ. ഇവള് ദേഷ്യം കയറി എന്റെ പുറത്തേക്ക് ഇങ്ങനെ അടിച്ചപ്പോ ഇവളുടെ കൈ വന്ന് എന്റെ മുതുകത്ത് ഒരഞ്ഞപ്പോ പുലിയുടെ പാട് പോലെ വന്നതാ ഉസ്താദെ എന്നീ സാധുവായ സഹോദരൻ പറയുമ്പോ ഞാൻ പറയാം, ഒരിക്കലും ഭാര്യമാരെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. എനിക്ക് എത്രയോ സഹോദരങ്ങൾ അറിയാം. എന്റെ കൂടെ വയലിൽ വരുന്ന എത്രയോ ചെറുപ്പക്കാര് 10 മണി കഴിയുമ്പോൾ ഫോൺ ഇങ്ങനെ അടിക്കും. 10 മണി കഴിയുമ്പോൾ ഫോൺ ഇങ്ങനെ അടിക്കും. ഇച്ച ഫോൺ എടുക്കും. അമിനാത്ത പറയും, എവിടാ? ഞാൻ ആഷിഖ് ഉസ്താദിന്റെ കൂടെ. നിങ്ങൾക്ക് വരാനായില്ലേ? സമയമായില്ലേ? കേറാനായില്ലേ എന്ന് പറയുമ്പോ ഉസ്താദെ അപ്പുറത്തെ ജനിഷൽ ഒന്ന് വണ്ടി നിർത്തും ഉസ്താദെ. എന്തായിക്കണേ? അപ്പുറത്തെ ജനിഷൽ ഒന്ന് വണ്ടി നിർത്തും ഉസ്താദെ. ഓള് വിളിക്കുന്നുണ്ട് ഉസ്താദെ, പ്രശ്നം ഉസ്താദെ എന്ന് പറയുന്ന ചില ചെറുപ്പക്കാർ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പഠിക്കണം. അവര് പറയുന്നത് കേട്ട് ഉമ്മാനെയും ബാപ്പാനെയും കൊണ്ട് വൃദ്ധസദനത്തിൽ ആക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയാം, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 1 അവര് ഖുർആൻ ഓതുന്നവര്, 2 നിസ്കരിക്കുന്നവര്, 3 മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവര്, 4 നിങ്ങളുടെ പറഞ്ഞൂടെ ഒരു 10 മിനിറ്റ് കൂടെ നിന്നൂടെ? നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വന്നായിരുന്നോ? ബക്കറ്റ് വന്നായിരുന്നോ? ബക്കറ്റ് വന്നായിരുന്നോ? വന്നില്ലെങ്കിൽ ഇർഷാദെ ബക്കറ്റ് എന്നിട്ട് ബക്കറ്റ് പോയാ? ആ ബക്കറ്റ് പോയി. ബക്കറ്റിൽ പൈസ ഇട്ടായിരുന്നോ? ഇട്ടു. പൈസ ഇട്ടായിരുന്നോ? ഉറപ്പാന്നോ? പൈസ ഇട്ടാൽ, സദക്ക കൊടുത്താൽ, ദാനധർമ്മം ചെയ്താൽ അവര് മരിക്കുമ്പോൾ എന്തിന് അതിരവാകുന്ന പ്രവാചകൻ വെക്കാൻ കയ്യിൽ പൈസ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്പരമാ ഭക്ഷണം തരുമോ? ഫാത്തിമയതാ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് പാത്രങ്ങൾ ഇങ്ങനെ പരതി നോക്കുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ഫാത്തിമയതാ കരയുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ ഉറങ്ങിക്കിടക്കുകയാ. അവര് പുതച്ചിരിക്കുന്നു. പുതപ്പുണ്ടല്ലോ ഫാത്തിമ ബീവി എടുക്കുകയാ, യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. എന്നിട്ടതോ പറയുകയാ, ഭക്ഷണമില്ല, ദാരിദ്ര്യമോ സങ്കടമോ എന്നെ പ്രിയമുള്ളവരെ പറയുന്നു. യാചകനതാ കരയുകയാ. ഫാത്തിമ ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്നത് ഭക്ഷണം തരുമോ? പടച്ചവനെ, ഫാത്തിമയതാ സങ്കടപ്പെടുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതോ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, നാദാ, റബ്ബേ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് ഒരു യാചകനുണ്ടല്ലോ എന്റെ വീടിന്റെ മുമ്പിലേക്ക് കൈനീട്ടി. അല്ലോ, കൊടുക്കാൻ ഭക്ഷണമില്ല, അല്ലോ, പരീക്ഷിക്കല്ല, അല്ലോ. യാചകനതാ ദുആ ചെയ്യുമ്പോ, ഫാത്തിമയതാ ദുആ ചെയ്യുമ്പോ ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് ഒരശരീരിയതാ കടന്നു വരികയോ. ഭൂമിയിലേക്ക് പതിക്കുമ്പോ ഒരശരീരി ഉണ്ടല്ലോ പടച്ചവരെ കടന്നു വരികയാ. ഫാത്തിമയോട് പറയുകയാ, കരയാൻ പാടില്ലോ, നൊമ്പരപ്പെടാൻ സങ്കടപ്പെടാൻ പാടില്ല. അല്ലാഹുവേ, ഫാത്തിമയോട് അശരീരി പറയുകയാ, വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ അവിടെ ചെന്നുകൊണ്ടു അൽഹംദുലില്ലാഹ് വസ്ത്രങ്ങൾ പരതിയോ ഒരു സമ്മാനമുണ്ടല്ലോ ലഭിക്കുന്നതോ. ഫാത്തിമയതാ എണ്ണീക്കുകയാ. പടച്ചവനെ കണ്ണു തുടക്കുകയാ. എന്നിട്ടാ അലമാരയുടെ ചാരത്ത് കടന്നു വരികയോ. വസ്ത്രങ്ങൾ ഇങ്ങനെ പരതി നോക്കുമ്പോ ഒരു പൊതി ഇങ്ങനെ ലഭിക്കുകയാ. പൊതിയുണ്ടല്ലോ ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ, തുറന്നു നോക്കുമ്പോ ഒരു മാലയാ, ഒരാഭരണമോ, ഒരു സ്വർണത്തിന്റെ മാലയാ. ഫാത്തിമയുണ്ടല്ലോ അതിലേക്ക് പടച്ചവരെ ചുംബനം കൊടുത്തുകൊണ്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ, പരീക്ഷിക്കല്ല അല്ലാ, സാധുവാണ് അല്ലാ,
യാചകന്റെ കയ്യിലേക്ക് ആ മാല കൊടുക്കുമ്പോ യാചകനുണ്ടല്ലോ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ. നബി തങ്ങളോട് സലാം പറയുകയാ. നബി തങ്ങൾ സലാം അടക്കുകയാ. നബി തങ്ങളതോ യാചകനോട് ചോദിക്കുകയാ, ഫാത്തിമ വെള്ളം തന്നോ? ഫാത്തിമ ഭക്ഷണം തന്നോ? ഫാത്തിമ പഴങ്ങൾ തന്നോ? സുബ്ഹാനല്ലാഹ്. യാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഇല്ല നബിയേ, ഒരു തുള്ളി ഭക്ഷണം പോലും അങ്ങയുടെ പൊന്നുമോള് തന്നില്ല. അങ്ങയുടെ പൊന്നുമോള് എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ കരഞ്ഞിയാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ കരഞ്ഞോ? ഫാത്തിമ സങ്കടപ്പെട്ടു. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ യാചകനതാ പറയുകയാ, യാ റസൂലല്ലാഹ്, കരഞ്ഞു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ള യാചകനോട് ചോദിച്ചു, മാലയൊന്ന് കാണിക്കുമോ? മാല എന്റെ കയ്യിലേക്ക് തരുമോ? പടച്ചവനെ, യാചകനുണ്ടല്ലോ മാലയെടുത്തുകൊണ്ട് റസൂലുള്ളയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോ റസൂലുള്ള ചുംബിക്കുകയോ, റസൂലുള്ള നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുകയാ, റസൂലുള്ള കരയുകയാ. സഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? റസൂലുള്ള പറയുകയാ, ഈ മാലയുണ്ടല്ലോ, ആരുടെ മാലയെന്നറിയോ? ഇതെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. ഇതെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്നു ഖദീജയുടെ മാലയാ. സഹാബാ, എന്റെ ഭാര്യയാകുന്ന ഖദീജയുണ്ടല്ലോ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ഖദീജ ബീവി പറയുകയാ, ഫാത്തിമ, ഒരുപാട് സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നല്ലോ, അത് മുഴുവനും ദീനിന് കൊടുത്തല്ലോ. ഇനി എന്റെ കയ്യിൽ അവസാനമായി ബാക്കിയുള്ളതോ ഈ മാല മാത്രമോ? അല്ലാഹുവേ, ഈ മാലയുണ്ടല്ലോ നിനക്ക് ഞാൻ തരുകയാണ് ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് മാല കൊടുത്തു. ഈ മാല ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരിക്കൊടുത്തെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്തിനാ പറഞ്ഞതെന്നറിയോ? എന്തിനാ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്കോ പടച്ചവരെ കടന്നു വരുമ്പോ ഹസനും ഹുസൈനും വിശന്നുകൊണ്ട് കരയുകയാ. മുലപ്പാല് ലഭിക്കാതെ കരയുകയാ. ലോകത്തിന്റെ പ്രവാചകൻ ദേഷ്യപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂല് ചൂടാകുകയാ. റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ, ഹസനും ഹുസൈനും മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, പ്രിയപ്പെട്ട വാപ്പാ, അങ്ങയുടെ പൊന്നുമോളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പാല് കുടിച്ചിട്ട് ആഴ്ചകളായി, മരുന്ന് കഴിച്ചിട്ട് ആഴ്ചകളായി. എന്റെ മാറിൽ വന്ന് എന്റെ മക്കള് വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയാണു ഒരു പാവപ്പെട്ട യാചകന് വേണ്ടിയിട്ടു ഊരിക്കൊടുത്തതെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ആരെങ്കിലും ഒരാള് അൽഹംദുലില്ലാഹ് ഒരു രൂപയെങ്കിലും സദഖ കൊടുത്തുകൊണ്ട് സഹായിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരതോ മരിക്കുമ്പോ ഈമാനോടെ ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോൾ ഈമാനോടെ മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ 1 ഖുർആൻ ഓതണം, 2 നിസ്കരിക്കണം, 3 മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണം, 4 ആരെങ്കിലും
ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ അവൻ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ഈ 4 കാര്യങ്ങൾ ചെയ്യൂലേ? ചെയ്യോ? ചെയ്താ ഞാൻ ചങ്ക് പൊട്ടിയെന്നാ പറഞ്ഞ ചെയ്യൂലേ? ചെയ്താൽ എനിക്കും നിങ്ങൾക്കും കൊള്ളാം. അൽഹംദുലില്ലാ, നാളെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കിടക്കാം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി പോകേണ്ടവർക്ക് പോകാം, ഇനി പോകേണ്ടവർക്ക് പോകാം. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയേ, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന സമയപ്പെടാം, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സമയപ്പെടാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഒരു മയ്യത്തിനെ വീട്ടിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെയും നിങ്ങളെയും കൊണ്ട് പള്ളിക്കാട്ടിൽ വെക്കും, ഖബറടക്കും, എല്ലാവരും പിരിയും. പക്ഷേ നമ്മുടെ ഖബറിൽ നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം കടന്നു വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയും നിങ്ങളുടെയും ഖബറില് വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹുവേ, എന്റെ ഖബറിന്റെ അകത്ത് ഈ വലത്തെ കൈയുടെ ഭാഗത്ത് പ്രകാശം വരാനുള്ള കാരണം എന്താ? ഇന്ന് ഒരുപാട് നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലാ. ആ സമയത്ത് അള്ളാഹു പടച്ച തമ്പുരാൻ പറയും, എടാ ചങ്ങാതി, 1 രൂപയെങ്കിലും ആ നെക്കര പള്ളിക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമായിട്ടാണ് അൽഹംദുലില്ലാ നാളെ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിൽ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി പ്രകാശം വരുന്നതെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാ, നമ്മുടെ ഈ പള്ളിയിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റൂം പണിയണം, അല്ലേ ഉസ്താദേ? റൂമല്ലേ? അത് തന്നെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു റൂം നമുക്ക് എന്ത് ചെയ്യണം? പണിയണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് ഓഫർ പറയാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഉസ്താദെ കൊന്നാലും പറയൂല ഉസ്താദെ എന്ന് പറയാനും നിയ്യത്ത് വെക്കണവരുണ്ട്. ഞാൻ പറയാ, 1 രൂപയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നാളെ നമുക്ക് ഖബറിൽ കിടക്കുമ്പോൾ സന്തോഷത്തോടു കൂടി കിടക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരൊക്കെ ഉള്ള? പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ ഉള്ളത്? പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ വോളണ്ടിയർമാരുള്ള? ഇർഷാദ് പോയ? ഇർഷാദ് വേണ്ട, വേറെ മതി. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് വോളണ്ടിയർമാരുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാ? ഇർഷാദ് ഇവിടെ ഉണ്ട്. അങ്ങനെ വിളിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമേ ഒരു കാലിഗ്രഫി ഇൻഷാ അല്ലാഹ് ലേലം വിളിക്കാനുണ്ട്. അത് ഇർഷാദിന്റെ വക. ഇർഷാദ് പറഞ്ഞ, ഉസ്താദെ, ഞാൻ 1600 അടുത്ത് മേടിച്ചതാ, പള്ളി കമ്മിറ്റിന്ന് അതിന്റെ റെസീറ്റ് വാങ്ങുന്ന പറഞ്ഞ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനൊരു ചെറിയ സ്വതക്കുകൾ എന്ത് ചെയ്യും നമ്മുടെ ഉസ്താദന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും, അല്ലെ? ഇത് പള്ളി ഉസ്താദെ മുകളോട്ടുണ്ടോ ഉസ്താദെ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഈ ഒരൊറ്റ പള്ളിയിൽ ഇവിടെ അംഗങ്ങൾ എത്ര പേരുണ്ട്? അപ്പൊ അങ്ങനെ 60-70 ഉള്ളിൽ വീട്ടുകാരേ ഉള്ളൂ. ഒരുപാട് പൈസക്കാരുള്ള പള്ളിയാ. ഇങ്ങനെ കിടന്നാൽ പോരാ. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പണിത് ഉയർത്തണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുകളിലോട്ടല്ലേ ഉസ്താദ് നമ്മൾ റൂം പണിയണേ? എങ്ങനെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് പണിയൂലേ? പുട്ടടിക്കൂലല്ലോ പൈസ? ഇല്ല. ഇൻഷാ അല്ലാഹ് അതിനാ തമാശ പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആ പൈസക്ക് മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദന്മാർക്കും റൂം പണി. നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഉസ്താദന്മാരും മുത്തഅല്ലിമീങ്ങളും സിനിമ കാണുന്നവരാ. നിങ്ങൾ സിനിമ കാണുന്നവരാ? ഉസ്താദന്മാരെ നിങ്ങൾ സിനിമ കാണുന്നവരാ? അല്ല. ഓരെന്താ ചെയ്യണേ? ഖുർആൻ ഓതുന്നവരാ, അത് പഠിപ്പിക്കുന്നവരാ, കിതാബ് ഓതുന്നവരാ. ആ റൂമിന്റെ അകത്ത് കിതാബ് ഓതുമ്പോ നമ്മുടെ മൺമറഞ്ഞു പോയ ഈ വാപ്പയുടെ ഉമ്മയുടെ ഖബറിലേക്ക് നെയ്യത്ത് വെച്ചാൽ, നമ്മുടെ ബിസിനസ് നന്നാകാൻ വേണ്ടി നെയ്യത്ത് വെച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നീ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ് മേടിച്ചോണ്ടല്ലോ? അല്ല. ഇൻഷാ അല്ലാഹ് പതിയത്താണ്. ഇർഷാദ പോയി മേടിച്ചപ്പോൾ പറയാൻ പറ്റൂല, ചിലപ്പോ ആയത്തുൽ കുർസി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചോണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു ബദരീങ്ങളുടെ പേര് എഴുതി ഇൻഷാ അല്ലാഹ് ഒരു കാലിഗ്രഫി അല്ല, ഒരു ഫ്രെയിം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നല്ല സംഖ്യ നമ്മുടെ പള്ളിക്ക് കൊടുത്ത് ലേലം വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ അൽഹംദുലില്ലാ അല്ലെ എന്തും ബദരീങ്ങളെ കൊണ്ട് തുടങ്ങിയ ബർക്കത്ത് ഉണ്ടാവുന്ന
ഇൻഷാ അല്ലാഹ്. എന്ത് തുടങ്ങിയാലും ബദരീങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങി അതിലെന്നുണ്ടാവും ബറക്കത്തുണ്ടെന്ന കണ്ണേറ് കാക്കാൻ, കണ്ണേറിനെ തൊട്ട് കാക്കാൻ ഉസ്താദ്മാരൊക്കെ പറയും ബദരിയത്ത് ഓതാൻ പറയും. എന്താ പറയണേ? ബദരിയത്ത് ഓതാൻ പറയും. അപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ഈ റൂമിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ ആദ്യമേ നമ്മൾ ഈ ബദരീങ്ങളുടെ പേരെഴുതി ഫ്രെയിം അൽഹംദുലില്ലാ ലേലം വിളിക്കാണ്. ആദ്യം ഒരു സംഖ്യ അൽഹംദുലില്ലാ പോയോ മുങ്ങിയ അസാദ് അൽഹംദുലില്ലാ 6666 രൂപ വെച്ച് തുടങ്ങാണ്. ആരാപ്പ അതിന്റെ മുകളിൽ വിളിക്കാൻ പറ്റാരെങ്കിലും ഉണ്ടോ? ഇതിന്റെ പൈസ എപ്പോഴേ കിട്ടേണ്ട ഉസ്താദേ? 3 മാസം. ഇൻഷാ അല്ലാഹ് 3 മാസത്തിനുള്ളിൽ പണി തുടങ്ങും. അതിനുള്ളിൽ ഇൻഷാ അല്ലാഹ് പൈസ കൊടുത്താൽ മതി. ആരാപ്പ 6666 രൂപ ആസാദിച്ച് അൽഹംദുലില്ലാ തുടങ്ങി വെച്ചു. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആസാദ് എന്ന് പറയുന്ന സഹോദരനാണ്. പടച്ചവനെ ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പടച്ചവനെ പറഞ്ഞു തരുകയോ, ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലോ ബദരീങ്ങളുടെ പേരുണ്ടല്ലോ, തൂക്കിയിട്ടാൽ എഴുതി വെച്ചാൽ ബറക്കത്താ, കാവലാ, സന്തോഷമാ. പടച്ചവനെ ബദർ യുദ്ധത്തിന്റെ ദിനത്തിലുണ്ടല്ലോ 313 ബദരീങ്ങളോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ചരിത്രം എന്റെ പ്രിയമുള്ളവര് ഞാനും നിങ്ങളും പഠിച്ചതാ. നാദാ ആദ്യമായി ആസാദ് എന്ന് പറയുന്ന സഹോദരനാണ് 6666 രൂപയാണ്. നാദാ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവരെ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കച്ചവടത്തിൽ സംരക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മൺമറന്നു പോയ കുടുംബാദികളുടെ മാതാപിതാക്കളുടെ മണ്ണറ അല്ലാഹ് മണിയറയാക്കണേ അല്ലാഹ്. 6666 രൂപ ഒന്ന് അരാപ്പ എത്രക്കാ അന്തുച്ച എത്രയാ? 7000 അൽഹംദുലില്ലാ 7000. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ മൺമറഞ്ഞു പോയ പിതാവിന്റെ ഖബറ് വിശാലമാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് വന്ന മുഴുവൻ ആളുകൾക്കും പടച്ചവരെ ഭക്ഷണം കൊടുത്ത സഹോദരനാണ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മക്കളുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. എസ്കെഎസ്എഫിന്റെ സെക്രട്ടറി നമ്മുടെ നിങ്ങൾ തന്നെ അനീഫിച്ച അൽഹംദുലില്ലാ എസ്കെഎസ്എഫിന്റെ സെക്രട്ടറി അൽഹംദുലില്ലാ 7786. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. സുർദരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലിസാൽ. അല്ലാഹുവേ ഹനീഫ് എന്ന് പറയുന്ന സമസ്തയുടെ പ്രവർത്തകനാണ്. അല്ലാഹുവേ 7786 രൂപ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അന്തൂച്ച പടച്ചവനെ 10000 രൂപ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾ കൊടുക്കണേ അല്ലാഹ്, ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലല്ല അന്തുച്ച അവിടെ 10000 വിളിച്ചു. 10000 വിളിച്ചു. അന്തുച്ച എന്നല്ലേ പേര്? എന്താണ്
അദ്ദുച്ച. കാരണം എന്താ അറിയോ, എനിക്ക് പേര് പെട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലാണില്ല. അൽഹംദുലില്ലാഹ്, എന്തായാലും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇന്ന് വന്ന മുഴുവൻ ആളുകൾക്കും അല്ലെ 100 ചില്ലറ ആളുകൾ ആ വീട്ടിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ അൽഹംദുലില്ലാഹ് ഭക്ഷണം കൊടുക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെല്ലുക, ഭക്ഷണം കിട്ടുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ ആസായിച്ച സ്വന്തം ആള് ആസായിച്ച അൽഹംദുലില്ലാഹ്. മൂപ്പര് എസ് കെ എസ് എമ്മിന്റെ അല്ല, ഞാൻ ചോദിക്കണമല്ല, കർണാടകയിൽ എസ് കെ എസ് എമ്മിന് പ്രായമൊന്നുമില്ല, ഇവിടെ ആള് കുറവ്, അതുകൊണ്ടാ. അല്ല, ഞാൻ മൂപ്പര് എങ്ങനെ എസ് കെ എസ് എഫിന് ഞാൻ താടി നനച്ചു ഇല്ല ഇൻഷാ അല്ലാഹ്. അല്ല, വെറുതെ പറഞ്ഞാട്ടോ ഇൻഷാ അല്ലാഹ്. ഞങ്ങളൊക്കെ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള പരിചയം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. എത്ര ആസായിച്ച എത്ര? 11,000 ഒക്കെ ഒരു വെറൈറ്റി കണക്കാ. 11,111. അൽഹംദുലില്ലാഹ്, സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ. ഇത് നഷ്ടമാകൂല, ഇത് നഷ്ടമാകൂല. നബി തങ്ങളാണ് പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. അറിവ് പറയുന്ന വേദി അത് സ്വർഗത്തിന്റെ വേദിയാ. ഈ സ്വർഗത്തിന്റെ വേദിയില് ഇരുന്നൊരു സദഖയാണ്. അല്ലാഹുവേ, 11,111 രൂപ. ആസാദ് എന്ന് പറയുന്ന സഹോദരനാണ്. സമസ്തയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ, ശംസുൽ ഉലമയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, ജോലിയിലെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, മക്കളുടെ ജീവിതത്തില് സന്തോഷങ്ങള് കൊടുക്കണേ അല്ലാ. 11,111 രൂപ. 12. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അദ്വൈച്ച അൽഹംദുലില്ലാഹ്. 12,000 രൂപ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ആമീൻ പറഞ്ഞു. അല്ലാഹുവേ 12,000 രൂപ നാദാ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ ഈ മനോഹരമാകുന്ന കെട്ടിടത്തിനകത്ത് വന്ന് പ്രിയപ്പെട്ട ഉസ്താദന്മാര് മുത്തഅല്ലിമീങ്ങള് ഖുർആൻ ഓതുമ്പോ, ദർസ് പഠിക്കുമ്പോ, ഖുർആൻ പഠിപ്പിക്കുമ്പോ അതിന്റെ സർവ്വ പ്രതിഫലങ്ങളല്ലോ അദ്ദേഹത്തിന്റെ മൺമറഞ്ഞു പോയ പിതാവിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. 12,000. 12,786. ഹനീഫ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികള്, മാതാപിതാക്കള്, അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഈ പറഞ്ഞ സ്വതക്കയുടെ പ്രതിഫലങ്ങളോ അവരുടെ മൺമറഞ്ഞു പോയ കുടുംബാദികള് ഖബറിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ കൊടുക്കണേ അല്ലാ. 12. അതാരാ വിളിച്ചേ? ആരാ വിളിച്ചേ? ആരാ വിളിച്ചേ? നമ്മുടെ മമ്മ വെച്ച താജ് മമ്മ വെച്ച, നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ച മമ്മ വെച്ച, ഫോട്ടോ എടുത്ത മമ്മ വെച്ച, 2 അൽഫാം കഴിച്ച മമ്മ വെച്ച. അൽഹംദുലില്ലാഹ്, മമ്മ വെച്ച അൽഹംദുലില്ലാഹ്. 15,000 അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സ്നേഹമുള്ള സഹോദരനാണ്, സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളു കുടുംബാദികൾ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയവരുടെ മണ്ണറ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ രോഗങ്ങളിൽ കാവല് കൊടുക്കണേ അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. മമ്മദിച്ച അൽഹംദുലില്ലാഹ്. 15,000. അരപ്പ മമ്മ ഇച്ചാന്റെ മോളിൽ കൈവെക്കാൻ പറ്റിയ ആരില്ല?
ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കും ഉസ്താദെ, ഈ ഒരു സാധനത്തിന് എന്തിനാ ഉസ്താദെ വെറും 1500 രൂപ 1000 രൂപ വിലയുള്ള ഈ സാധനം എന്തിനാ ഉസ്താദെ 15-20 കൊടുത്ത് വിളിക്കണേ എന്ന് ആലോചിക്കും. പക്ഷേ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവ് ചർച്ച ചെയ്യുന്ന വേദി സ്വർഗ്ഗമാണ്. അവിടെ ഇരിക്കണ സാധനവും അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിലെ സാധനമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് 15000 അല്ല 5 ലക്ഷം കൊടുത്ത് വിളിച്ചാലും നഷ്ടമൊന്നും ഉണ്ടാകൂല. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ആരാപ്പ 15ന്റെ മുകളിൽ വിളിക്കണതാരാ? എത്ര? ഉപരക്കം 313 786. അൽഹംദുലില്ലാഹ് ഹനീഫിച്ച, അൽഹംദുലില്ലാഹ് അല്ല ഹനീഫിച്ചതല്ലേ? 15,000. ഞാൻ പറഞ്ഞില്ലേ, ഇത് എത്ര വിളിക്കണത് വരെ ഞാൻ ലേലം വിളിക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ട്രെയിനിലല്ല വന്ന, കാറില്ല വന്ന, എനിക്ക് രാവിലെ അവിടെ എത്തിയാൽ മതി. അപ്പൊ അൽഹംദുലില്ലാഹ് എത്ര വിളിച്ചാലും ഞാൻ ദ്വാരക്കും. ഒരാൾ വിളിച്ചാൽ ഞാൻ ദ്വാരക്കും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് അത് വിളിച്ച് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇഖ്ലാസോടെ കൊണ്ടുപോകണം, നമ്മുടെ വീട്ടിൽ തൂക്കണം. അതിലെന്തുണ്ടാകും? ബറക്കത്തുണ്ടാകും. 15,313 ഹനീഫിച്ച. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, എല്ലാ ഇടങ്ങേറുകളും മാറ്റണേ അല്ലാ. പടച്ചവനെ എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഹനീഫിച്ച 15,313. ആരാ ഉസ്താദേ? ഞാൻ കൊടുക്കാം. 3 മാസത്തിനുള്ളിൽ അൽഹംദുലില്ലാഹ് കൊടുത്താൽ മതി. ആരാ? എല്ലാവരും ഒരാൾ പറയാ അങ്ങനെ കൊടുക്കൽ ഉസ്താദെ, കൊടുക്കൂല ഉസ്താദെ എന്നല്ലപ്പാ. ഞാൻ പറഞ്ഞു, കൊടുത്താൽ അൽഹംദുലില്ലാഹ് നാളെ സ്വർഗ്ഗത്തിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ ലഭിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ പറയാ, ഒറ്റയ്ക്ക് വിളിക്കാൻ പറ്റണില്ലെങ്കിൽ 2 കൂട്ടുകാർ ചേർന്നിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബം ചേർന്നിട്ട് വിളിക്കാം. അവസാനം ഇത് പകുതിക്ക് അല്ലെ, കുറച്ച് പേര് പകുതിക്ക് വീട്ടിൽ കൊണ്ടുപോകുക, പകുതി നിങ്ങൾ പലതും വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി വരും ഇൻഷാ അല്ലാഹ്. അല്ല പാലോ തേനോ ഒക്കെ ആണെങ്കിലും വീതിക്കായിരുന്നു നാം പറ്റത്തില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ആരാപ്പാ 15,313 മുകളിൽ വിളിക്കണതാരാ? അൽഹംദുലില്ലാഹ് 16,000. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് സമ്പത്തിന് വർധനവ് കൊടുക്കണേ അല്ലാ. വിളിക്കുന്നതിന്റെ 100 ഇരട്ടി പടച്ചവനെ സമ്പത്തിന് വർധനവ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. പടച്ചവനെ പൊന്നുമോളുടെ കല്യാണത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈറായ ഇണയെ കൊടുക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. 16,000. അരബ ആ ഭാഗത്തൊക്കെ ഉസ്താദെ ഞങ്ങൾ അനങ്ങൂല ഉസ്താദ്. എടാ പെണ്ണുങ്ങളുടെ ഭാഗത്താരും ഇല്ല, ഓരവിടെ നിന്നിട്ട് നീ എന്നാ ജിബിരിയിലോ ഇവിടെ നിന്ന് കേൾക്കാനായിട്ട്? അതല്ല, അവിടെ ആരും ഇല്ല, അവിടെ ആരും ഇല്ല ഉസ്താദെ. അവിടെ ഉണ്ടോ പെണ്ണ്? എങ്ങനെ? അതല്ല, ഈ ലേലം വിളിക്കാൻ പെണ്ണുങ്ങൾക്ക് താല്പര്യം ഉണ്ടാവൂലേ? താല്പര്യം ഉണ്ടാവില്ല. ആസാച്ചറിയാം, എന്റെ ഭാര്യയല്ലേ ഉസ്താദ് അവിടെ ഇരിക്കണം, എങ്ങനെ വിളിക്കാൻ? ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ലേ? ആരെങ്കിലും വിടണം, അവിടെ വിടറ. എന്നിട്ട് വാട്സപ്പിൽ നീയല്ല, അവിടെ ആരെങ്കിലും നമ്പർ, വോളണ്ടിയറുടെ നമ്പർ മേടിച്ചിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനെങ്കിലും ഉണ്ടോ? ഇർഷാദ് പറയും, ഉസ്താദെ ചങ്ങാതിനെ വിളിക്കണ്ടായിരുന്നു, മോനെ വിളിച്ചതാ പെട്ടെ. നോക്ക് കിട്ടിയ പള്ളിക്ക്, ഇല്ലെങ്കിലും പള്ളിക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. 16,000 രൂപ അൽഹംദുലില്ലാഹ്. അദ്ദുച്ച അരബ. അതിന്റെ മുകളിൽ ആരാ? അതാരാ? ഒരു മലക്ക് അവിടെ നിന്ന് പൊക്കില്ല. എത്ര 17. എത്രയാണ്? 17,786. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 17,000. നമ്മൾ നഷ്ടമൊന്നും ആവൂലപ്പ. ഇത് വിളിക്കണതിന് പകരം അല്ലാഹു ഇതിന് 100 ഇരട്ടി സമ്പത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയില്ലുണ്ടോ? 17,786 പകരം 20,000 റുപ്യ. അൽഹംദുലില്ലാഹ്. പേരെന്താ വെച്ചാ? ഇസ്മായിൽ
അൽഹംദുലില്ലാ ഇസ്മായിൽ അല്ലമീൻ അൽഹംദുലില്ലാ 20,000 രൂപ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിലു സന്തോഷം കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇത് ആശിഖ് ദാരിമി പറഞ്ഞതല്ല, ഇവിടുത്തെ ഖതീബ് പറഞ്ഞതല്ലോ, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞതാ. ബദരിയത്തോദിക്കോ, ബദരിയത്തോദിക്കോ, കണ്ണേറിനെ തൊട്ട് കാവലിന് ബദരിയത്തോദിക്കോ എന്ന് പറയുമ്പോ ആ ബദരീങ്ങളുടെ നാമമുണ്ടല്ലോ. ആ സാധുവായ ഇസ്മയിൽ എന്ന സഹോദരനാണ് അല്ലാഹുവേ വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് തൂക്കിയിടുമ്പോ 20,000 രൂപയ്ക്ക് പകരമായി കാവല് കൊടുക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, കച്ചവടത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ലാഭം കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. 21 അമീച്ച 25 ആരാ വിളിച്ച? മുഹമ്മദ് ചാ അൽഫാം വെച്ചിട്ട് പൊങ്ങണോക്കി. അൽഹംദുലില്ലാ മുഹമ്മദ് ചാ അൽഹംദുലില്ലാ 25,000. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികൾ, കൂട്ടുകാർ, സ്നേഹനിധികളാകുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. 25,000 രൂപയ്ക്ക് പകരമായി സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ, അർശിന്റെ തണല് കൊടുക്കണേ അല്ലാ, ഈമാന് കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പേര് വിളിച്ചുകൊണ്ട് മലക്കുകളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന വിഭാഗത്തിലു, റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന വിഭാഗത്തിലു പെടുത്തണേ നാദാ, സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ മുഹമ്മദ് ചാ അൽഹംദുലില്ലാ. എന്താണ് മുഹമ്മദ് ചാ തന്നെ? താജ് മുഹമ്മദ് അൽഹംദുലില്ലാ 25,000 രൂപ. ആരാ ഓടി ഓടിയോ? ഇസ്മായിൽ ച 27, ഇർഷാദ് ഇക്കാന്റെ മകൻ 27,313. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ ഇർഷാദ് എന്ന് പറയുന്ന സഹോദരനാണ് നീയല്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, വിദേശത്തുള്ള സഹോദരനാണ് അല്ലാഹുവേ. 27,313 രൂപ നാദാ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഇടങ്ങേറുകൾ മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാ, പ്രവാസിയാണ് സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഖൈറിന്റെ കവാടങ്ങള് തുറന്നു കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. 27,313. ആരാ ഉസ്താദേ ദീനിനല്ലേ ഞാൻ കൊടുക്കാം. ഉണ്ടോ? നേരത്തെ വിളിച്ച അമീൻ അമാനോ അമലോ ആരൊക്കെ പുറയിലുണ്ട്, വിളിക്കാം. എത്ര? ഇർഷ അജ്മീറോ? അജ്മീറിന് വരിക അല്ല, കർണാടകയിലുള്ള അങ്ങനെ വെറൈറ്റി പേര് കേട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇർഷാദ് അജ്മീർ ഇക്കട മോനെ അല്ലല്ലോ, ആ പുറയിലുള്ളവനെ വിളിച്ചേ. സൗണ്ട് കുറച്ചാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് മോണിറ്ററി സൗണ്ട് കിട്ടിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് ദേഷ്യം കൊണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ, കയറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറിനെ കൊണ്ട് ഞാൻ ഛർദ്ദിച്ചു, പെട്ടെന്നൊരു ദിവസം ഛർദ്ദിച്ചപ്പോൾ വായിന്ന് ചോരയാണ് വന്നത്. ഒരാഴ്ച മുമ്പ് ചോരയാണ് വന്നത്, ശരിക്കും ചോര പോയി. ഡോക്ടർമാർ എടുത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, ഉസ്താദ് എങ്ങനെ പ്രസംഗിച്ചാൽ തൊണ്ട പൊട്ടി ചോര വരും, തൊണ്ട പൊട്ടി ചോര വന്നെന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സ്നേഹത്തിൽ പറയാ. അതുകൊണ്ടാണ് മൈക്ക് സെറ്റുകാർ, എനിക്ക് വേറെ വെറുപ്പ് ഒന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ മൈക്ക് സെറ്റുകാരെ തെറി പറയാത്ത ഞാൻ മാത്രം ഉണ്ടാവും ഉസ്താദ്മാരിൽ, ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തും, ഇന്ന മൈക്ക് വേണമെന്ന് പറയുന്നത്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പെർമിറ്റിന്റെ വിഷയം ഉണ്ടാവും,
അതുകൊണ്ടാവും, കുഴപ്പമില്ല. സൗണ്ട് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കണ്ടല്ലോ. അപ്പൊ സൗണ്ട് കുറച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ സൗണ്ട് ഒന്ന് കൂട്ടിയിട്ടാൽ വേറെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇർഷാദ് അജ്മീർ 30,000 രൂപ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. 30,000 പകരമായി 30,000 കൊട്ടാരങ്ങൾ കൊടുക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അജ്മീർ ഹാജിയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. നാദാ എല്ലാ സന്തോഷങ്ങളും കൊടുക്കണേ അല്ലാഹ്. ഈമാൻ കൊടുക്കണേ അല്ലാഹ്. അദബ് കൊടുക്കണേ അല്ലാഹ്. തഖ്വ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇർഷാദ് 30,000 ഉണ്ടോ? 33 ഇസ്മായിൽ 33,313 35 അദ്ദൂശ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലുണ്ടോ? 35 അദ്ദൂശ. അദ്ദൂശ എന്നല്ലേ പേര്? വേറെ പേരൊന്നും ഇതിനല്ലേ? എസ് എം മധു അദ്ദു അതിനെക്കാട്ടിൽ അദ്ദൂശ തന്നെ. ഇൻഷാ അല്ലാഹ് അദ്ദൂശ. അൽഹംദുലില്ലാഹ് 35 അല്ലേ? 35. ഞാൻ പറഞ്ഞു ഇത് നഷ്ടമല്ല കേട്ടോ, ഇത് നഷ്ടമല്ല. പള്ളിക്കാണ് അല്ലെ ഉസ്താദെ? 1 രൂപ പോലും പുറത്തു പോകില്ല. പള്ളിക്കാണ് ഇത്. അൽഹംദുലില്ലാഹ് വിളിച്ചെടുക്കുന്നവർക്ക് നാളെ സന്തോഷിക്കാൻ ഖബറിൽ കിടന്നിട്ട്. കാരണം എന്തേ? ഈ ഉസ്താദ് അല്ലെ ഉസ്താദെ, ഉസ്താദ് ആ റൂമിൽ നിന്നിട്ട് എന്തായാലും ബാലരം വായിക്കോ? ഇല്ല. ഉസ്താദിന്റെ കാര്യത്തിൽ ഖുർആൻ പഠിപ്പിക്കും, ഖുർആൻ ഓതും. അതിന്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ് തീർച്ചയായിട്ടും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദൂച്ച 35,000. അല്ലാഹ് അല്ലെ 35 അല്ലേ? അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ. കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് 40,000. ആരാ? അമാനോ? അമാൻ. അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ദാനധർമ്മങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ കൊടുക്കണേ അല്ലാഹ്. അമാൻ എന്ന് പറയുന്ന സഹോദരന്റെ 40,000 രൂപ സ്വർഗത്തിലേക്കുള്ള പാസാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഉണ്ടപ്പ 40,000 മുകളിൽ അമ്മാന് കോച്ചാട്ട് വേറെ മഹല്ല നോക്കി. നിങ്ങള് അപ്പുറത്തെ മഹലിലുള്ള ചങ്ങാതി വന്ന് നമ്മുടെ ജമാഅത്തി വന്നൊരു സാധനം എടുത്തോണ്ട് പോവാൻ പറ്റൂല. 50,000 കുലു തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാഹ്. ഇസ്മയിൽ എന്ന് പറയുന്ന സഹോദരനാണ്. 50,000 രൂപയാണ്. റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലാകിൻ അദല്ലൽ ഖൗമ ബിൽ ആറാഇറാൽ. അല്ലാഹുവേ ഇസ്മയിൽ എന്ന് പറയുന്ന സഹോദരനാണ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. വിദേശത്തുള്ള മകന്റെ ജോലിയിലോ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. 50,000 രൂപയ്ക്ക് പകരമായി സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ അല്ലാഹ്. ഈമാന് കൊടുക്കണേ അല്ലാഹ്. അദബ് കൊടുക്കണേ അല്ലാഹ്. തഖ്വ കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്.